ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. നിന്നാമശക്തിയാലെ നിത്യം നടത്തേണമേ, നിന്നാമശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. ആർക്കും വർണ്ണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ നീ. മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ, മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം. തിന്മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ. എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ. വന്നു വീളിച്ചിടുമ്പോൾ അങ്ങും വാസിച്ചിടും ഞാൻ, വന്നു വീളിച്ചിടുമ്പോൾ അങ്ങും വാസിച്ചിടും ഞാൻ. ഇങ്ങുള്ള കഷ്ടം മറന്നങ്ങു ഞാൻ ഗാനം പാടും, ഇങ്ങുള്ള കഷ്ടം മറന്നങ്ങു ഞാൻ ഗാനം പാടും. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. നിന്നാമശക്തിയാലെ നിത്യം നടത്തേണമേ, നിന്നാമശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ഹല്ലേലൂയ. രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കണം. 1 കൊരിന്ത്യർക്കുള്ള ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ
10 മുതൽ 15 വരെയും. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഓരോരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇനി ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 31-ാം അധ്യായം 24-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. സ്തോത്രം. ഇന്ന് ഈ ലോകത്തിൽ 2 കൂട്ടർ ഉണ്ട്. പ്രധാനമായിട്ട് 2 കൂട്ടരാണ് ഉള്ളത്. സ്തോത്രം. ക്രിസ്തു ഇല്ലാത്ത സ്വന്തം ഇഷ്ടപ്രകാരം പണിയുന്ന കൂട്ടരും ക്രിസ്തുവിൽ പണിയുന്ന കൂട്ടരും. സ്തോത്രം. ക്രിസ്തുവില്ലാതെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് 1 തെസ്സലോനിക്കർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ച് 1 തെസ്സലോനിക്കർക്ക് ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഒന്നുകൂടെ 5:21 തെറ്റിപ്പോകരുത്. ഒന്നുകൂടെ വായിച്ചേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അനന്യമായി എന്ത് ചെയ്യണം? വെളിപ്പെടും വണ്ണം എന്ത് ചെയ്യണം? കാക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദേഹം, ദേഹി, ആത്മാവ് 3 തലങ്ങൾ ഒരു മനുഷ്യന് ഉണ്ട്. 3 ഭാഗങ്ങളുണ്ട് അല്ലേ? ഒരു മനുഷ്യൻ്റെ അകത്ത് ദേഹം, ദേഹി, ആത്മാവ് 3 ഭാഗങ്ങൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ആത്മാവില്ലാതെ ജഡം കൊണ്ട് മനസ്സുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ലോകത്തിൽ ഒരുപാട് ആൾക്കാർ. എന്നാൽ ഒരു കൂട്ടം പേർ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നവരുമുണ്ട്. സ്തോത്രം. ദൈവ ആത്മാവിനാൽ പണിയുന്നതെല്ലാം നിലനിൽക്കും. എന്നാൽ മനസ്സുകൊണ്ടും പിന്നെ ജഡം കൊണ്ടും പണിയുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കത്തില്ല. ഞാനൊരു കാര്യം ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും, നമ്മുടെ സഭയ്ക്കകത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടെ ഞാനത് വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കാണണം. ഹല്ലേലൂയ. നിങ്ങളിത് മനുഷ്യനായിട്ടൊന്നും തോന്നൂല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. മനുഷ്യനല്ല, ഒരു മനുഷ്യനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കോളമാണ്. പക്ഷേ മനുഷ്യനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ചോളണം. ദൈവത്തിന് സ്തോത്രം. 3 ഭാഗം ആ മനുഷ്യനുണ്ട്. ആ 3 ഭാഗത്തിൽ ഒന്ന് പുറത്തുള്ള ദേഹം, ദേഹി, ആത്മാവ് 3 ഭാഗം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മാവ് ഏദൻ തോട്ടത്തിൽ, ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവും. ഏദൻ തോട്ടത്തിൽ ഈ ആദമും ഹവ്വയും ഈ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യൻ്റെ ആദമിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് ഒരു ആത്മീകനായി ഈ ഹൃദയത്തിനകത്തുള്ള ആത്മാവ് ദേഹിയെയും ദേഹത്തെയും പൊതിഞ്ഞ് ദൈവസാന്നിധ്യത്തിൽ ജീവിച്ച ഒരു കാലഘട്ടമാണ് ദൈവവും ആദവും ഹവ്വയും
ഒരുമിച്ച് ജീവിച്ച കാലഘട്ടം, പാപമില്ലാത്ത കാലഘട്ടം, ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്തൊരു കാലഘട്ടം ആദമിൻ്റെ ഹൗവയുടെയും ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. അന്ന് ഈ ഈ ഈ ഭാഗത്ത് ആ മനുഷ്യൻ്റെ അകത്ത് ആത്മാവ് വസിക്കുന്ന ആദമിൻ്റെ ആ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിന്ന് ഈ ആത്മാവ് ഇവിടെ നിറഞ്ഞിട്ട് അടുത്ത് ഇവിടെയും നിറഞ്ഞ് അടുത്ത് ഇവിടെയും നിറഞ്ഞപ്പോൾ ജഡത്തെ പിശാചിന് കീഴടക്കാൻ ആദ്യം പറ്റിയില്ല. കുറേ കാലം ഈ ആത്മാവ് ഈ മൂന്നിനെയും നിറച്ച്, നിങ്ങൾക്ക് മനസ്സിലായോ? അകത്തിറങ്ങിയ ദൈവത്തിൻ്റെ ആത്മാവ് ദേഹത്തെയും ദേഹിയെയും മൊത്തത്തിൽ ആത്മാവ് നിറഞ്ഞ് പിന്നെ അവയ്ക്ക് ചലിക്കാൻ പറ്റിയില്ല. പിന്നെ ശ്രദ്ധിച്ച് കേട്ടെ, ഒരു പായ്ക്കപ്പൽ കാറ്റിൽ ഓടുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിൽ ആരും നിയന്ത്രിക്കാനില്ല. ഒരു പായ്ക്കപ്പൽ നിങ്ങളെല്ലാവരും കണ്ടോ? ഭാവനെ കണ്ടോ? ഒരു പായ്ക്കപ്പൽ ഭാവനെ കണ്ട എത്ര പേരുണ്ട്? അതിൽ നിയന്ത്രിക്കാൻ ആരുമില്ല. അത് കാറ്റിൻ്റെ ചലനം കൊണ്ട്, ഇതാണ് ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരാൾ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് ഇവിടുന്ന് ഇതിനെയും കീഴടക്കി പിന്നെ മൊത്തം കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു പായ്ക്കപ്പൽ പോലെയാണ് ആ മനുഷ്യൻ ഓടുന്നത്. അയാളുടെ ഇഷ്ടത്തിനൊന്നും ഓടാൻ, കാരണം അയാൾ ഫുള്ളും കവർ ചെയ്തത് ആര്? പരിശുദ്ധ ആത്മാവ് കവർ ചെയ്തു. ആത്മാവിൽ ആ മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങി. ഈ ആദമും ഹൗവയും ഏദൻ തോട്ടത്തിനകത്ത് കർത്താവും കൂടെ താമസിച്ച പാപമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കർത്താവ് പറയുമ്പോൾ എഴുന്നേൽക്കും, കർത്താവ് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, കർത്താവിൻ്റെ കാലച്ച കേൾക്കാം, കർത്താവ് ഇറങ്ങി വരും, ഒരുമിച്ച് സംസാരിക്കും. കർത്താവിൻ്റെ ഹിതമല്ലാത്ത ഒന്നും അവരുടെ ജീവിതത്തിൽ വന്നില്ല. അന്ന് മരണമില്ല, അന്ന് രോഗമില്ല, അന്ന് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ല. കാരണം പിശാചിനും അടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. ആനന്ദത്തിൻ്റെ, സന്തോഷത്തിന്. ഞാൻ പറയട്ടെ, കർത്താവ് നമ്മുടെ വീട്ടിനകത്ത് വന്നാൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാൽ പ്രശ്നമില്ലെന്നല്ല, പക്ഷെ പ്രശ്നം നമ്മൾ അറിയത്തില്ല. അതിൻ്റെ അകത്തൊരു ആനന്ദം വരും. സ്തോത്രം. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും കൊണ്ട് അല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ പ്രശ്നമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല. ആ വ്യക്തി പ്രശ്നമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും സ്തോത്രം കടിച്ചു പിടിച്ച് നടക്കുമെന്നല്ല, പിന്നെ കടിച്ചു പിടിച്ച് നടക്കുമെന്നല്ല അർത്ഥം. പിന്നെയോ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നതിനാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്നതിനാൽ ആ വ്യക്തി ഓരോ സെക്കൻഡും ആത്മാവിൻ്റെ ഹിതപ്രകാരം ദൈവം എന്ത് ചെയ്യും? കൊണ്ടുപോകും. എന്നാൽ ഏദൻ തോട്ടത്തിനകത്ത് ഇവർ അങ്ങനെ പാപമില്ലാതെ, മരണമില്ലാതെ, വിയർപ്പില്ലാതെ, ശാപമില്ലാതെ, പിന്നെ സന്തോഷത്തോടെ, അല്ലേ, ജോലിയെടുക്കാതെ. ആര്? ആദം വിയർപ്പോടെ ജോലി ചെയ്തോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ആദമിനും ഹൗവയ്ക്കും ദൈവത്തിനുണ്ടായിരുന്നു. ഭയങ്കര ഒരു ആനന്ദം. അവിടെ പാപമില്ല, മരണമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ആദമും ഹൗവയും ജീവിക്കുന്ന കണ്ടപ്പോൾ അവിടെ ഒരു ദിവസം ഒരുത്തൻ വന്നു. എൻ്റെ പേരെന്താ? സാത്താൻ അവിടെ വന്നു, അല്ലേ? പാമ്പായിട്ട് അവിടെ വന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ വന്നു ഇവരെ എന്ത് ചെയ്തു? തെറ്റിച്ചു. അതോടും കൂടെ ഇവരെ പാപം വന്നപ്പോൾ ഇതിനകത്തുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങ് പോയി. എന്തുപോയി? ദൈവത്തിൻ്റെ ആത്മാവ് പോയി. ദൈവത്തിൻ്റെ ആത്മാവ് പോയി. പിന്നെ ഇവിടെ അങ്ങ് ഇരുണ്ടു. ആരുടെ? ആദമിൻ്റെ ഇതിനകം അങ്ങ് ഇരുണ്ടു, കറുത്തു. ഇതിനകത്ത് ആരില്ല, ദൈവമില്ല. മനസ്സിലായോ? ആദമിൻ്റെ എന്ത് പോയി? ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ആദമിൻ്റെ എന്ത് പോയി? അവിടെ പാപം ചെയ്യുന്നപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ അങ്ങ് ഇറങ്ങിപ്പോയി. എന്തിറങ്ങിപ്പോയി? ദൈവത്തിൻ്റെ ജീവൻ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ ആദമിൻ്റെ ഇതിനകത്ത് ഒന്നുമില്ല, അയാളുടെ ആത്മാവ് മാത്രമുണ്ട്. ആരുടെ? ആദമിൻ്റെ ആത്മാവിനകത്ത് ഒരു ശുദ്ധീകരണം സംഭവിച്ചിരുന്നതാണ്. ഇപ്പോൾ ആദമിൻ്റെ ആത്മാവ് അവിടെ നിന്ന് പോയി. ഇപ്പം പിന്നെ തീരുമാനം എടുക്കുന്ന ആരൊക്കെ ചേർന്ന? ഈ ദേഹവും ഈ ദേഹി രണ്ടുപേരും കൂടെ ചേർന്നാണ് തീരുമാനം എടുക്കുന്നത്. ക്രിസ്തുവില്ലാത്ത സകലരും വലിയ ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാരില്ലേ, അവർ ദൈവാത്മാവിലാണോ തീരുമാനം എടുക്കുന്നത്? അല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ഏതൊക്കെ? ദേഹവും ദേഹി. ഇന്ന് ലോകത്തുള്ള യേശുവിൽ നിറയാത്ത സകലരും പഠിക്കുന്നതും ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആര് വേണ്ട? ദൈവം വേണ്ട. ദൈവം ഇല്ലാതെ തന്നെ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ പറ്റും. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയേ. ഈ ആത്മാവില്ലാതെ തന്നെ തീരുമാനം എടുക്കുന്നവരല്ലേ നമ്മൾ? നോക്കിയേ, ഈ ആത്മാവില്ലാതെ ഈ ദേഹവും ഈ ദേഹിയും കൊണ്ട് എന്ത് ചെയ്യാം? തീരുമാനമെടുക്കാം. മനസ്സിലായോ? ഇത് രണ്ടും കൊണ്ടാണ് ഇന്ന് ഈ ഭൂമിയിൽ അനേകം മനുഷ്യരുണ്ട്. അനേകം മനുഷ്യരെ നിങ്ങൾ നോക്കിയേ. അനേക ഹൈന്ദവരായ സഹോദരങ്ങൾ, അനേകം മുസ്ലിങ്ങളായ സഹോദരങ്ങൾ, അവരുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവില്ല. പക്ഷേ അവർ നല്ല കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര ധനാഠ്യന്മാരായ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ
ഞാൻ ഈ ചർച്ചിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത്. പോകുമ്പോൾ അതുപോലെ ഞാൻ മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസമായിരുന്നപ്പോൾ അവിടെയും കുറച്ച് ആൾക്കാർ ചുരുക്കം ചിലരെയൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കോടി പ്രഭുക്കന്മാരായ മുസ്ലിം സഹോദരങ്ങളുടെയും ഹൈന്ദവ സഹോദരങ്ങളുടെയും യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്തവരുടെ ഭവനത്തിനകത്തൊക്കെ പോയാൽ അല്പം ഐശ്വര്യം എന്ന അർദ്ധരാത്രി കുറവ് പിടിക്കൂല്ലേ? പക്ഷേ അവരങ്ങനെ കുടപിടിക്കുന്നവരല്ല. പക്ഷേ അവരെല്ലാ രീതിയിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ അവരുടെ അകത്ത് എന്തിൻ്റെ നിയന്ത്രണത്തിലല്ല നല്ല കാര്യം ചെയ്യുന്നത്? ആത്മാവില്ല, യേശുവില്ല, യേശുവിൻ്റെ ആത്മാവിലല്ല. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചേർന്ന്, അതാണ് ജഡം. മനസ്സും ശരീരവും ചേരുന്നതാണ് എന്തോന്ന്? ജഡം. അത് രണ്ടും കൂടെ ചേർന്ന് സമ്മേളിക്കുന്നതാണ് ജഡം, ജഡത്തിൻ്റെ പ്രവൃത്തി. അതിലൂടെ രണ്ടിലും കൂടെ വരുന്ന പ്രവൃത്തികളാണ് ജഡത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ദേഹിയും ദേഹവും തമ്മിൽ തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങളാണ്. നോട്ടുകൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ അവർ പോകുന്നു, നല്ല വളർച്ചയുണ്ട്, നല്ല വ്യത്യാസമുണ്ട്, അവർ സമ്പത്തുണ്ടാക്കുന്നുണ്ട്, അവർ ജീവിതത്തിനകത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സാധുക്കളെ സഹായിക്കുന്നുണ്ട്. അവർ സ്വർഗത്തിൽ പോകുമോ? ഇല്ല. എന്തുകൊണ്ടാണ് പോകാത്തെ? അകത്താരില്ല, ഇവിടെ ആരില്ല, ആത്മാവില്ല, യേശുവില്ല. യേശുവില്ലാതെയാണ് ഇത് രണ്ടും കൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കാരും അങ്ങനെ തന്നെ. അനേകം പള്ളിയിൽ പോകുന്നവരും അനേകം പേരും ഇത് രണ്ടും കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതൊക്കെ? ആത്മാവില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവില്ല ഭയങ്കര പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ ആത്മാവില്ല ഭയങ്കര വചനവേദനയാണ്, വായിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്ത് അല്ല? ആത്മാവിലുള്ള പ്രാർത്ഥനയല്ല, ദൈവഹിതപ്രകാരമുള്ളതൊന്നുമല്ല. എല്ലാം ഇത് രണ്ടും കൊണ്ടാണ്. എല്ലാം ചെയ്യാൻ പറ്റും, ദേഹി കൊണ്ടും ദേഹം കൊണ്ട് ചേർന്ന് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ആത്മാവിൻ്റെ നിയന്ത്രണം, ആത്മാവിൻ്റെ ഒന്നും വേണ്ട. ആത്മാവ് എന്ത് ചെയ്യും? ഇരുണ്ടിരിക്കും. ആത്മാവിടെ കർത്താവിനെ കാണാൻ പറ്റത്തില്ല, കർത്താവിനെ വെളിപ്പെടാൻ പറ്റത്തില്ല, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ഇത് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല? ഇവിടെ കർത്താവിൻ്റെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കേൾക്കാൻ പറ്റത്തില്ല? കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല, യേശുവിനെ വെളിപ്പെടത്തില്ല, യേശുവിൻ്റെ സ്നേഹം അറിയാൻ പറ്റത്തില്ല, യേശുവിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റത്തില്ല, യേശുവിൻ്റെ സന്തോഷവും സമാധാനം അനുഭവിക്കാൻ പറ്റത്തില്ല. പിന്നെ മുഴുവനും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ദേഹിയും ദേഹവും ചേർത്താണ്, മനസ്സും ശരീരവും ചേർന്നാണ്. അകത്തിരിക്കുന്ന ആത്മാവ് അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു വ്യക്തി പാപത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, ആ ജീവൻ, ഈ ആദമിന് ഇവിടെ നഷ്ടപ്പെട്ട ഇതേ സ്ഥാനത്ത് എന്തുവരും? യേശുവിൻ്റെ ജീവൻ ഇവിടെ അങ്ങ് വരും. ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ ഇതിനകത്ത് വരും. വന്നിട്ട് ദേഹം ദേഹി ആത്മാവിനെ ശുദ്ധീകരിക്കും അല്ലേ? ജീവൻ വരും. വന്നിട്ട് എന്ത് സംഭവിക്കും? ഈ ഇരുണ്ട് കിടന്നടെല്ലാം പ്രകാശമാക്കും, ശുദ്ധീകരിക്കും. ഇരുണ്ട് കിടന്നടെല്ലാം എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് അപ്പച്ചൻ അകത്ത് വരുമ്പോൾ, ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ഇവിടെയാണ്. നോക്കിയേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവ് ഇറങ്ങുമ്പോൾ ഈ ഇരുണ്ട് കിടക്കുന്ന, അതുവരെ പ്രവർത്തിച്ച ആരിലാണ്? ദേഹിയിലും ദേഹത്തിലും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ഈ ഭാഗത്ത് നിറയും. ഈ ഭാഗത്ത് വന്ന് ആ ഇരുണ്ട് കിടക്കുന്ന എല്ലാം അടിച്ചു വിരട്ടും. അവിടെ എല്ലാം ദൈവത്തിൻ്റെ ജീവൻ നിറയും. ദൈവത്തിൻ്റെ ജീവൻ നിറഞ്ഞ് ഫുള്ളാകും. ഇവിടെ ഫുള്ളാകുമ്പോൾ ഈ ജീവൻ ഇവിടെ നിറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നിറഞ്ഞ് ഇവിടെ വരും. മനസ്സിലായോ? ഇതിനെ കീഴടക്കാൻ തുടങ്ങും. ഈ ഭാഗത്തെ കീഴടക്കും. ഏതിനെ? മനസ്സിനെ ദേഹിയെ കീഴടക്കും. നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. കീഴടക്കും. മനസ്സിന് എന്ത് ചെയ്യും? കീഴടക്കും. അപ്പോഴാണ് ഇപ്പോൾ റോമർക്ക് ലേഖനം 12:1 വായിച്ചേ. റോമർക്ക് ലേഖനം 12:1 വായിച്ചേ. റോമർക്ക് ലേഖനം 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും. നോക്കിയേ, ഈ ലോകത്തിന് അനുരൂപമായി ഇവിടെ ആത്മാവ് വന്നെങ്കിലും വീണ്ടും ഈ ദേഹി കൊണ്ടും ഇത് അത്രത്തോളം ചെറുതായിട്ടൊരു ഇതേ ഉള്ളൂ. ഈ ദേഹി കൊണ്ടും ദേഹം കൊണ്ടും കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഓരോ കാര്യങ്ങളും തീരുമാനിക്കും. എന്തൊന്നും തീരുമാനിക്കും? ഓരോ കാര്യം. ഉദാഹരണം, ഇത് രണ്ടും കൂടെ തീരുമാനിക്കുന്ന ഒരു കാര്യം പറയാം. ഇത് രണ്ടും കൂടെ ഈ ആത്മാവില്ലാതെ തീരുമാനിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കല്യാണത്തിന് ഒരാൾ വിളിച്ചു അല്ലേ? കല്യാണത്തിന് പോകാൻ വേണ്ടി കയ്യിൽ എത്ര രൂപയുണ്ട്? 600 രൂപയുണ്ട്. 500 രൂപ കല്യാണം വെട്ടി കൊടുക്കണം. ആത്മാവൊന്നും തൊട്ടില്ല. മനസ്സും ദേഹവും കൂടെ തീരുമാനിച്ചു 600 രൂപ കയ്യിൽ. ഇത് ഞാനെന്ന് വെച്ചോ, ഒരാളാണ്, കോളം മാത്രമല്ല, ഇതൊരു ആളാണ്. ആ ആളിൻ്റെ ആത്മാവ് അനങ്ങുന്നില്ല, പിന്നെ
ദേഹവും ദേഹിയും കൂടെ ഒന്ന് തീരുമാനിച്ചു. എന്തോന്നാ തീരുമാനിച്ചത്? 600 രൂപ കയ്യിൽ ഉണ്ട്, കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോയിട്ട് വണ്ടിയിൽ വരണമെങ്കിൽ 100 രൂപ തികയത്തില്ല. ഓട്ടോ പിടിച്ചാൽ 100 രൂപ തികയത്തില്ല. അപ്പോൾ മനസ്സ് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യും. ദേഹം പറഞ്ഞു ഇനി ഓട്ടോയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോകുമ്പോൾ വളരെ സന്തോഷം, വീട്ടിൽ വന്ന് കയറാമല്ലോ, ഒരിടം അലയുണ്ടല്ലോ. അപ്പം ഈ ദേഹി പറഞ്ഞു നീ ഓട്ടോയ്ക്ക് പൈസ കൊടുത്താൽ ഒരു റൂട്ട് പോകുമ്പോൾ 100 രൂപയാകും, തിരിച്ചു വരുമ്പം പൈസയില്ല. അപ്പം മനസ്സ് പറഞ്ഞു കൊടുത്ത് നീ ശാന്തമാകുക, നമുക്കൊരു കാര്യം ചെയ്യാം, 500 രൂപ കല്യാണത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാരാണ്? ആത്മാവുണ്ടോ? ഇല്ല. 500 രൂപ കല്യാണത്തിന് കൊടുക്കാം, 100 രൂപ എടുത്ത് നമുക്ക് ബസ്സിൽ അങ്ങോട്ട് പോകുന്നോട്ടും കുറച്ച് ദൂരം നടക്കണ കാര്യമല്ലേ ഉള്ളൂ. ഇറങ്ങിയിട്ടൊരു ചായ ഒരു കടിയും കുടിച്ചിരിഞ്ഞ് പോരാ. അപ്പം ക്ഷീണവും കറക്റ്റായില്ലേ? നമ്മൾ വിചാരിച്ചതെല്ലാം നമ്മൾ ആത്മാവ് എടുത്തിടുന്നില്ല. ഇതൊന്നും ആത്മാവൊന്നും ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് പോയപ്പോഴുണ്ട് ആളിൻ്റെ അകത്ത് ഒരു ദിവസം എന്ത് വന്നു? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആത്മമണ്ഡലത്തെ ശുദ്ധീകരിച്ച് അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ദൈവത്തിൻ്റെ ജീവൻ നിറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ഈ ആത്മാവ് അനുസരിക്കത്തില്ല. ആത്മാവ് ഇത് രണ്ടും മാറി നിന്നു. ആത്മാവ് ഒന്ന് പറയും, ഇത് രണ്ടും വേറെ പറയും. ഇവ ഒരു സംസാരം പറയും, അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയും. ആത്മാവ് പറയും അങ്ങനെയല്ലെന്ന് പറയും. നോക്കിയേ, ഒരാൾ ചീത്ത വിളിച്ചു, ആത്മാവ് പറയും അവൻ അറിവില്ലാതെയല്ലേ, ക്ഷമിച്ചു കളാം. മനസ്സിലായോ? അടുത്ത് ഈ ദേഹി എന്ത് പറയുന്നറിയാമോ? ഇപ്പം മിണ്ടാതിരി, പള്ളിയിലുള്ള സിസ്റ്റർ നിൽക്കുക, ഒന്നും മിണ്ടണ്ട. ഈ ദേഹം എന്ത് പറഞ്ഞു? ഇവിടെ കൊടു, ഇപ്പം കിട്ടുന്നതേ ഉള്ളൂ, 2 ഇടി കൊടു. ഇപ്പം മനസ്സിലായോ 3ൻ്റെ ശബ്ദം? ആത്മാവ് എന്തോന്നാ പറഞ്ഞേ? നീ പണിയുന്ന രാജ്യം ഏത് മക്കളെ? എൻ്റെ രാജ്യമാണോ? കണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഏതനുസരിക്കും? ഒന്നുകിൽ ഇതിനെ ഇറുക്കി പിടിച്ച് വെച്ചിട്ടുണ്ടോ, വല്ലതൊക്കെ കടിച്ചിട്ട് അകത്ത് വെച്ചിട്ട് ദേഹിയും കൂടെ തീരുമാനമെടുത്ത് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. ആത്മാവൊന്നും വേണ്ട. പക്ഷെ ഒരാളിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നത് പോട്ടെ, നിനക്ക് എന്നെ കിട്ടുമല്ലോ. ഈ ആത്മാവ് എപ്പോഴും അതേ പറയും. ഒരാൾ കാർക്കിച്ച് തുപ്പിയാൽ ഈ ആത്മാവ് പറയും പോട്ടെ, ക്ഷമിച്ചുകളാ, എന്നെ നിനക്ക് കിട്ടിയില്ലേ, അതങ്ങ് പോട്ടെ. എപ്പോഴും ആത്മാവ് ഇതേ പറയും, വിട്ടുകളാ, അതങ്ങ് പോട്ടെ, നീ ഒന്നും പറയണ്ട, നീ പണിയുന്ന രാജ്യം ഏത്, നീ ക്ഷമിച്ചുകളാ, നീ ദീർഘമായി ക്ഷമയില്ലേ, നീ മുട്ടുമടക്ക്. ഇതെല്ലാം പറയുന്ന ആരാ? നീ ദൈവത്തിന് എൻ്റെ രാജ്യം പണി, നീ എന്നെ കൊണ്ട് നിറ എന്ന് പറയുന്ന ആരാ? അയാളോട് വിരോധം തോന്നിക്കാത്ത ആരാ? അയാളോട് സ്നേഹം മാത്രം വരുത്തുന്ന ആരാ? പക്ഷേ ഇത് രണ്ടും എപ്പോഴും എതിരായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി നിറഞ്ഞ് അടുത്ത് ഈ ഭാഗത്ത് വരുമ്പോഴാണ് ഇപ്പോൾ വായിച്ച വചനം. ഒന്നുകൂടെ വായിച്ചേ. ഇപ്പോൾ വായിച്ച വചനം, ഇപ്പം നിർത്തിയ വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി. നോക്കിക്കേ, ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇവിടെ അങ്ങ് ഇറങ്ങി ഈ മനസ്സിന് എന്ത് ചെയ്യും? പുതുക്കും, നിറയും അവിടെ മനസ്സ്. പിന്നെ അതോടും കൂടെ ഈ ശരീരത്തോട് പറയും നിന്നെ എനിക്കിനി വേണ്ട, ഞാനിനി ആത്മാവിനോടുകൂടെ നിൽക്കുള്ളൂ, ആത്മാവേ കൊള്ളാവൂ. അവിടെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അവിടെ നിറച്ച് അവിടെ ശുദ്ധീകരിച്ചിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കൂലേ? ശുദ്ധീകരിക്കുമ്പോൾ മനസ്സും ആത്മാവും എന്താകും? ഒന്നാകും. പിന്നെ ഈ ബോഡി മാത്രം പോകും. പക്ഷേ ഈ മനസ്സും ആത്മാവും നിറഞ്ഞ് ബോഡി പ്രശ്നം തന്നെയാണ്. സ്തോത്രം. ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശുക്രിസ്തു കിടന്നു അല്ലേ? മരിച്ചോ ഇല്ലെന്നറിയാൻ എന്താ ചെയ്തേ? കുത്തി നോക്കിയപ്പോൾ അവസാനം രക്തവും നീരും വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിനെ കുത്തി നോക്കിയപ്പോൾ അവിടെ ജീവനില്ല, മരിച്ചു എന്നറിഞ്ഞു. നമ്മളെ കുത്തി നോക്കുമ്പോൾ അറിയാം എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെയാണ് മനസ്സിലാകുന്നത്. കുത്തി നോക്കുന്നെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞാൽ മാത്രം മതി. നമ്മുടെ മക്കളെയോ നമ്മുടെ ഭർത്താവിനെയോ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, നമ്മളെന്ത് ചെയ്യും? ചാടി ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഈ ശരീരം അകത്തുള്ളതും ശരി അല്ല, പുറത്തുള്ളതും ശരി അല്ല. ഒരു ദിവസം സ്തോത്രം ഇത് രണ്ടും കൂടെ ചേർന്ന് ഈ ശരീരത്തെയും കീഴടക്കി ഈ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് മുഴുവനും വരും. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 3 ഭാഗവും
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് വരുമ്പോൾ ആത്മാവിലാണ് പിന്നെ ആൾ സഞ്ചരിക്കുന്നത്. ആ ശരീരം സഞ്ചരിക്കുന്നത് ആത്മാവിന്, ശരീരത്തിന് അനങ്ങാൻ പറ്റത്തില്ല. ശരീരം എപ്പോഴും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്തോട്ട്. എന്നാൽ മരണം വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവും ഈ ദേഹി രണ്ടും, മനസ്സും ആത്മാവും ഒരുമിച്ച് ചേർന്ന് ഈ പുറം തോടുന്ന ചവിട്ട് താഴെയിട്ട് അവർ രണ്ടുപേരും കൂടെ കർത്താവിൻ്റെ അടുത്ത് അങ്ങ് കയറി പോകും. ജഡ എവിടെ ഇടും? ഇവർ രണ്ടുപേരും കൂടെ പറയും, മണ്ണേ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് പോ, ഞാൻ രൂപാന്തരപ്പെട്ടൊരു ദിവസം വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ നീ ഒരുങ്ങിയിരുന്നു എന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? കർത്താവിൻ്റെ അടുത്ത് കയറിപ്പോകും. കാഹളം ധ്വനിക്കുമ്പോൾ ഈ രണ്ടും രൂപാന്തരപ്പെട്ട് ചാടി ഇറങ്ങി താഴെ വരുമ്പോൾ ഈ ശരീരം ഉണ്ടല്ലോ മണ്ണിനകത്ത് കിടക്കുന്നത്, അപ്പോൾ ഇതിനെ സ്വീകരിക്കാൻ തക്ക പ്രാഗൽഭ്യത്തോടെ എഴുന്നേറ്റ് വന്ന് ഈ ആത്മാവിനെ എന്ത് ചെയ്യും? മനസ്സിനെന്ത് ചെയ്യും? സ്വീകരിച്ച് മറ്റൊരു ശരീരം പ്രാപിച്ച് എവിടോട്ട് കയറി പോകും. ഓ ഹല്ലേലൂയ! നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ! അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ദേഹി കൊണ്ടും ദേഹം കൊണ്ടും പണിയുന്നതൊന്നും എവിടെ എത്തൂല. പിന്നെ ഏത് മാത്രമേ എത്തൂ? ഈ ആത്മാവ് ഇവിടെ നിറഞ്ഞ് ഇതിനെ ഒതുക്കി ഈ ആത്മാവിലൂടെ എന്തൊക്കെ സഹായിച്ചാലും പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ആൾക്കാർക്ക് കൊടുത്താലും ജീവനുള്ള പ്രവൃത്തി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി മാത്രമാണ് എന്തുള്ളത്? ജീവനുള്ളത്. പ്രാർത്ഥനയായാലും ആരാധനയായാലും എന്ത് ചെയ്താലും ഏതിലൂടെ വരണം? ഇതെല്ലാം ഇങ്ങനെ നിർത്തി പറയുന്നത് എന്തിനാണ്? ഇതറിഞ്ഞേ പറ്റൂ. ഇതറിയാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഇത് രണ്ടും കൊണ്ട് ചെയ്യും, ഒരു പ്രയോജനവും ഇല്ല. പരിശുദ്ധാത്മാവ് ഒരാളിൻ്റെ അകത്തിറങ്ങി ആത്മാവിനെന്ത് ചെയ്യും? ശുദ്ധീകരിച്ച്, പിന്നെ മനസ്സിനെ ശുദ്ധീകരിച്ച് നിറഞ്ഞ് ഈ ശരീരത്തെ കീഴടക്കി പിന്നെ പോകുന്നത് എങ്ങനെ? ആത്മാവിൽ സഞ്ചരിക്കുന്ന അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഇത് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഇതാ പോകുന്നു. കഷ്ടങ്ങളും പ്രതിസന്ധികളൊക്കെ പട്ടണം തോറും കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളത് ഒന്നും അറിയുന്നില്ല. ഇനി നോക്കിയേ, ഒരു ആത്മ മനുഷ്യൻ പറയും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ മനുഷ്യൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇവിടെയും മൊത്തം കീഴടക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ അകത്തളങ്ങളിൽ നിന്ന് ഇതേ വാക്ക് വരുന്നത്. ഇതേ വാക്ക് വരും, ജീവിച്ചാൽ ഞാൻ യേശുവിനായി, മരിച്ചാൽ ഞാൻ യേശുവിനായി. മനുഷ്യന്റെ വാക്ക് കേട്ട് അയാൾ പേടിക്കത്തില്ല, കാരണം ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടുകയാണ്, അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. ആ ജീവൻ നിറഞ്ഞ് ആ കർത്താവ് ദേഹി ആത്മാവ് അനിന്യമായി ശുദ്ധീകരിക്കുകയാണ്. എങ്ങനെ ശുദ്ധീകരിക്കുന്നു? പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ഇരുണ്ട സ്ഥലത്ത് ആത്മാവ് വന്ന് അവിടെ മുഴുവൻ ശുദ്ധീകരിച്ചു, മനസ്സിനെ ശുദ്ധീകരിച്ചു, ശരീരത്തെ ശുദ്ധീകരിച്ചു. അപ്പന്റെ മഹത്വമായി മാറാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് സ്നേഹിതരെ. അപ്പോൾ ഈ ആത്മാവിലൂടെ ഉള്ളതിന് മാത്രമേ സ്വർഗത്തിലെത്താൻ പറ്റൂ. ഈ രണ്ട് പ്രവൃത്തി, ഈ രണ്ടിലൂടെയും വരുന്ന പ്രവൃത്തി കത്തിപ്പോകും, വക്കോല് പോലെ കത്തിപ്പോകും, വിറക് പോലെ കത്തിപ്പോകും. നേരത്തെ വായിച്ചില്ല, പുല്ല് പോലെ കത്തിപ്പോകും. എന്നാൽ ഈ ദൈവത്തിന്റെ ആത്മാവിലൂടെ എന്തെല്ലാം വന്നോ അത് എന്നേക്കും നിലനിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിലൂടെ എന്തെല്ലാമാണോ വന്നത് അത് എന്നേക്കും നിലനിൽക്കും. നമുക്ക് പഴയ നിയമത്തിനകത്തേക്ക് പോകുമ്പോൾ അവിടെ ഇതാ എഴുതിയിരിക്കുന്നു, വായിച്ചേ ആ വാക്യം, നേരത്തെ വാക്യം വായിച്ച് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 31 അധ്യായം അതിൻ്റെ 24 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ 24. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാബ്യനായ ലാബാന്റെ അടുക്കൽ വന്ന അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. മതി. എന്താണ് ഇതിന്റെ സാഹചര്യം? എന്താണ് ഇവിടെ ഇതിങ്ങനെ പറയാൻ കാരണം എന്നറിയണ്ടേ? ഹല്ലേലൂയ! യാക്കോബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരുടെ മകനാണ് യാക്കോബ്? ഇസഹാക്കാരാണ് അബ്രഹാമിന് പ്രായം ചെന്നപ്പോൾ കാത്തിരുന്നപ്പോൾ കിട്ടിയതാണ് ആര്? സ്തോത്രം. ആര്? അബ്രഹാമിന്റെ മകനാണ് ആര്? അബ്രഹാമിന് വേറൊരു മകനുണ്ട്. ആരെ പേര്? ഇസ്മായിലിന് എത്ര മക്കള്? 12 മക്കള്. ഓ, ദൈവത്തിന് സ്തോത്രം. 12 മക്കളാക്ക് ഇസ്മായിലിനെ. ഇനി അത് മകനാവോ? ഇല്ല. വാഗ്ദത്ത പ്രകാരമുള്ള പൈതലാണ് സന്തതി. ഇപ്പൊ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി ആരാ? ഇസഹാക്കിന് എത്ര മക്കള്? 2 മക്കൾ. ആരൊക്കെ? ഏശാവും യാക്കോവും. അതിൽ ഏശാവ് ആര്? യാക്കോവ് ആര്? എത്രാമത്തവൻ? ഏശാവ് മൂത്തവൻ, യാക്കോബ് ഇളയവൻ. അപ്പോൾ യാക്കോവും ഏശാവും രണ്ടുപേരും വളരുമ്പോൾ
ഒരു ദിവസം ഏശാവ് മൂത്തവനാണ്. യാക്കോബ് പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് യാക്കോബ് എങ്ങനെയുള്ള ആളാണ്? കൂടാരവാസിയാണല്ലേ. മറ്റേ ആളോ? വേട്ടയിൽ സമർത്ഥനാണ്, മിടുക്കൻ, വേട്ടയിൽ സമർത്ഥനാണ്. മറ്റേ ആളോ? കൂടാരവാസി. അവൻ നല്ല പാചകമൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ യാക്കോബിനറിയാം. അങ്ങനെ ഇരുന്ന് നല്ല രീതിയിൽ ഒരു പായസമൊക്കെ വെച്ച് നല്ല മണം. ദൂരെ നിന്ന് ആര് വന്നു? ആര് വന്നു? യേശാവ് വന്നു. യേശാവ് വിശന്നിട്ട് വന്നതാ. ദൂരെ വന്നപ്പോഴേ അവന് മണം അടിച്ചു. അവൻ ചാകാറായി, വിശന്ന് ഇപ്പം ചാകും, തളർന്നു. അപ്പോൾ പറഞ്ഞു, എടാ നീ റെഡിയാക്കിയ പായസം എനിക്ക് അല്പം വേണം. യാക്കോബ് പറഞ്ഞു, പായസം തരാം, പക്ഷെ നിൻ്റെ ജ്യേഷ്ഠാവകാശം തരാതെ ഞാൻ പായസം തരത്തില്ല. അപ്പോൾ ജ്യേഷ്ഠാവകാശം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ദൈവം തരുന്ന അവകാശങ്ങളൊന്നും പായസത്തിന് ഊണിന് വയ്ക്കേണ്ടത്. നമുക്ക് ദൈവം തരുന്ന അഭിഷേകം നഷ്ടപ്പെടുത്തരുത്, കൃപ നഷ്ടപ്പെടുത്തരുത്, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തരുത്. ചിലത് കണ്ടിട്ട് നഷ്ടപ്പെടുത്തേണ്ടതല്ല ദൈവം തരുന്ന പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. ദൈവം എനിക്ക് നിനക്കും തരുന്നത് സ്വത്രം ലോകത്തിൽ ഒരു മനുഷ്യന് തരാൻ പറ്റുന്ന പായസത്തിൻ്റെ വിലയല്ല. സ്വർഗം എനിക്ക് നിങ്ങൾക്ക് തരുന്ന വില എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു പണം കൊണ്ടും ലോകത്തിൽ ഒന്നുകൊണ്ടും നേടാൻ പറ്റാത്ത സ്വത്രം നന്മ അത്രേ യേശുവിലൂടെ കിട്ടുന്ന എന്തും. ഹല്ലേലൂയ. യേശു നിനക്കൊരു താമരപ്പൂ തന്നാൽ ലോകത്തിലുള്ള സമ്പത്തിനേക്കാൾ നോക്കിക്കേ താമരപ്പൂവിൻ്റെ വില. അങ്ങനെയെങ്കിൽ എൻ്റെ അപ്പൻ തരുന്ന ബാക്കിയുള്ളതോ ക്രിസ്തുവിൻ്റെ സമ്പത്തോ, ക്രിസ്തുവിൻ്റെ സ്വഭാവമോ, ക്രിസ്തുവിൻ്റെ താഴ്മയോ, ക്രിസ്തുവിൻ്റെ വിനയമോ, ക്രിസ്തുവിൻ്റെ സ്നേഹമോ, ക്രിസ്തുവിൻ്റെ ഇതെല്ലാം സമ്പത്താ, യേശുവിൻ്റെ സമ്പത്താ. ഈ സമ്പത്ത് എനിക്കും നിങ്ങൾക്കും തരുമ്പോൾ ഒരു ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടി, ഈ ലോകത്തിൻ്റെ തൽക്കാല ഭോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിലുള്ള ചെറിയ നിമിഷം കൊണ്ട് നൊടി നേരം കൊണ്ട് നീങ്ങിപ്പോകുന്ന ചില സന്തോഷത്തിന് വേണ്ടി അതിനെ കളഞ്ഞിട്ട് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ നിങ്ങൾ ആകാതിരിപ്പാൻ പുതിയ നിയമത്തിൽ പറയുന്നു, സൂക്ഷിപ്പീൻ. പിന്നത്തേതിൽ അവൻ മാനസാന്തരപ്പെടാൻ വന്നു എങ്കിലും എന്ത് കിട്ടിയില്ല? അവസരം നഷ്ടപ്പെട്ടു. അവസരം കിട്ടിയില്ല, അവന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അനിയൻ വന്നു, യാക്കോബ് വന്ന് പറഞ്ഞു, യേശാവ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, നീ പായസം തരണം. അവൻ പറഞ്ഞു, ജ്യേഷ്ഠാവകാശം തന്നാലേ ഞാൻ പായസം തരൂ. അങ്ങനെ സ്വത്രം ശരി, പായസം കിട്ടിയത് അവകാശം പോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഒരുപക്ഷെ അവിടെ പറഞ്ഞാണ്, ബൈബിൾ എഴുതിയിട്ടില്ല, സിസ്റ്റർ ഇനി എടുത്ത് കാണിക്കാൻ പറഞ്ഞതിലില്ല. ഒരുപക്ഷെ യേശു പറഞ്ഞു കാണും, യാക്കോബ് പറയിച്ചു കാണും, ഇന്ന് മുതൽ ഈ സമയം മുതൽ യാക്കോവാണ് ജ്യേഷ്ഠൻ, ഞാൻ നിന്റെ അനുജൻ എന്ന് പറയിച്ചും കൂടെ ഒരുപക്ഷെ കാണും. കണ്ടിട്ടായിരിക്കും എന്ത് കൊടുത്തത്? പായസം കുടിച്ച് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി അവൻ എന്ത് ചെയ്തു? പോയി നോക്കിയേ, അവിടെ തുടങ്ങി പതനം. ഹല്ലേലൂയ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പന് മൂത്തവനോടാണ് ഇഷ്ടം, അമ്മയ്ക്ക് ഇളയവനോടാണ് ഇഷ്ടം. അപ്പന് മൂത്തവനോട് ബൈബിളിൽ യാക്കോബും യേശാവും ഒരപ്പൻ്റെ മക്കളാണ്. പക്ഷെ മൂത്തവനോട് ആർക്കിഷ്ടം? അപ്പനിഷ്ടം. ഇളയവനോട് ആർക്കിഷ്ടം? അമ്മയ്ക്കിഷ്ടം. അങ്ങനെ ഒരു ദിവസം അപ്പൻ മൂത്ത മകനെ വിളിച്ചിട്ട്, മോനെ നീ വേട്ട തേടി ഇറച്ചി കൊണ്ട് റെഡിയാക്കി പെട്ടെന്ന് കൊണ്ടുപോകും, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൻ്റെ അനുഗ്രഹം ഭയങ്കരമാണ്. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൻ്റെ അനുഗ്രഹം, അപ്പൻ്റെ ബ്ലെസ്സിങ്? ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ടല്ല, പിന്നെ സന്തോഷത്തോടെ തലമുറകളെ ബ്ലെസ് ചെയ്യണം. ഹല്ലേലൂയ. അതിനുവേണ്ടി തലമുറകൾ ക്രിസ്തുവിൻ്റെ മക്കളായി വളരണം. അവരുടെ അനുഗ്രഹം അതൊരു അനുഗ്രഹം തന്നെയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ്. അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുന്ന സഭയിലെ ദൈവവേലക്കാർ, നമ്മൾ നടത്തുന്ന ദൈവവേലക്കാരുടെ ബ്ലെസ്സിങ്, അത് ബ്ലെസ്സിങ് തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ വായിൽ നിന്ന് വരുന്ന അനുഗ്രഹം അത് അനുഗ്രഹം തന്നെയാണ്. അപ്പൻ്റെ അനുഗ്രഹം അത് അനുഗ്രഹം തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹം അത് അനുഗ്രഹം തന്നെയാണ്. നഷ്ടപ്പെടുത്തി കളയില്ല. ഈ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിക്കൊള്ളണം. കർത്താവ് കൃപ തരട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സെക്കൻഡ് ആ കൃപ തരാനും, ഒപ്പം നമുക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. അങ്ങനെ അപ്പൻ പറഞ്ഞു, മോനെ നീ പോയി വേട്ട തേടി പെട്ടെന്ന് കൊണ്ടുപോവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് അപ്പൻ ആരെ പറഞ്ഞു വിട്ടു? സ്തോത്രം. യേശാവിനെ പറഞ്ഞയച്ചു. യേശാവ് വേട്ട തേടി പോകുന്ന സമയം അമ്മ പറഞ്ഞു, മോനെ യാക്കോബേ ഇതാ നിന്റെ ജ്യേഷ്ഠൻ ഇറച്ചി കൊണ്ടുവന്ന് വേട്ടയാടാൻ പോയിരിക്കുകയാണ്. ഇറച്ചി കൊണ്ടുവന്ന് അവൻ വേട്ട തേടി ഇറച്ചി കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത് പെട്ടെന്ന് അപ്പന് കൊണ്ടുകൊടുത്ത് അതിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? നീ പെട്ടെന്ന് നിന്ന് അനുഗ്രഹം വാങ്ങാൻ പെട്ടെന്ന് ഭക്ഷണം ഞാൻ ഒരുക്കി തരാം. അവൻ പറഞ്ഞില്ല, ഞാൻ പോകത്തില്ല, എനിക്ക് അനുഗ്രഹത്തിന് പകരം എന്ത് കിട്ടു? ശാപം കിട്ടു, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, നിൻ്റെ മേൽ വന്ന ശാപം എൻ്റെ മേലെ, അങ്ങനെയാണെങ്കിൽ അത് ഞാൻ സ്വീകരിച്ചോളാം, നിൻ്റെ മേലെ നിന്ന് വരില്ല, ഞാൻ പറഞ്ഞു കേട്ടാമെന്നൊക്കെ പറഞ്ഞതെല്ലാം ഇവൻ ചെയ്തു. ഇവനെ തോല് ധരിപ്പിച്ചു, ഇല്ലേ അമ്മ? പുതപ്പിച്ചു. ജ്യേഷ്ഠൻ്റെ വസ്ത്രം പുതപ്പിച്ചു, സകലതും പുതപ്പിച്ച് ആൾ മാറ്റി ഭക്ഷണം കൊണ്ട് ആരുടെ അടുത്ത് പോയി?
പാവപ്പെട്ട ഇസഹാക്കിന് എന്തില്ല? കാഴ്ച ഇല്ല. അപ്പനെ പറ്റിക്കാൻ വേണ്ടി മോൻ എന്ത് ചെയ്തു? അമ്മ റെഡിയാക്കി അനുഗ്രഹത്തിന് വേണ്ടി. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അനുഗ്രഹത്തിന് എത്ര വിലയുണ്ട്. പാട്ടുകാരൻ പാടി, അപ്പൻ്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശം, അക്സായെ പോലതു പ്രാപിക്ക നീ. അപ്പൻ്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശം, അക്സായെ പോലതു പ്രാപിക്ക നീ. ഹല്ലേലൂയ. അപ്പോൾ അപ്പൻ്റെ ദൈവം നമുക്ക് ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ യാക്കോബ് അനുഗ്രഹത്തിന് വേണ്ടി പെട്ടെന്ന് ഭക്ഷണം ഒരുക്കുന്നു. യാശാവ് അതിനുവേണ്ടി ഓടി വെപ്രാളപ്പെടുന്നു. കാരണം അപ്പൻ പറയുന്ന അനുഗ്രഹം അതുപോലെ മക്കൾക്ക് സംഭവിക്കും, ഉറപ്പാണ്. എന്നാൽ ഇതാ അനുജൻ ആൾ വേഷം മാറി, ഡ്രസ്സ് മാറി, എല്ലാ ഭക്ഷണം ഒരുക്കി നല്ല രീതിയിൽ കൊണ്ടുവന്ന് അപ്പൻ്റെ അടുക്കൽ വരുമ്പോൾ അപ്പൻ ചോദിക്കും, നീ യേശാവ് തന്നെയോ? എൻ്റെ മകൻ യേശാവ് തന്നെയോ? അതേ അപ്പ എന്ന് പറയും. അപ്പോൾ ശബ്ദത്തിന് വ്യത്യാസം വന്നു. തൊട്ടു നോക്കിയപ്പോഴും എല്ലാം അതുപോലെ, കണ്ണും കാഴ്ചയില്ല. അങ്ങനെ മുഴുവൻ അനുഗ്രഹങ്ങൾ ആര് വാങ്ങി? യാക്കോബ് മുഴുവൻ അനുഗ്രഹങ്ങൾ വാങ്ങി. യാക്കോബ് ചാടി അനുഗ്രഹം വാങ്ങി പുറത്തിറങ്ങുമ്പോൾ മറ്റവനിതാ വരുന്നു. ആര്? ഏശാവ് വേട്ട തേടി ഭക്ഷണമായി. അപ്പാ ഇതാന്ന് പറഞ്ഞു വരുമ്പോൾ, മോനെ അവൻ അനുഗ്രഹവും വാങ്ങി പോയല്ലോടാ, അവൻ പറ്റിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ മകൻ ഏശാവ് കരഞ്ഞിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പാ ഒരു അനുഗ്രഹം പോലും എനിക്ക് നീ വെച്ചിട്ടില്ലയോ? എന്നെയും കൂടെ അനുഗ്രഹിക്കപ്പാ, ഒരു അനുഗ്രഹം ഒന്നും വച്ചിട്ടില്ലയോ? ഒന്നും എനിക്കില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൻ കൊടുത്ത അനുഗ്രഹങ്ങൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. എല്ലാം ആർക്ക് കൊടുത്തു കഴിഞ്ഞു? ഇളയ മകന് യാക്കോബിന് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് 39-ാം വാക്യം 27:39 പറയുന്നു, എന്നറിയ അവൻ്റെ അപ്പനായ ഈസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്. 38 വായിക്കുമ്പോൾ ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, എന്നെയും കൂടെ. ഇത് വായിക്കുമ്പോൾ തന്നെ കണ്ണ് നിറയുമല്ലേ? എന്നെയും കൂടെ അനുഗ്രഹിക്കണേ അപ്പാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ആമേൻ. യേശാവ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. ഈ കരച്ചിൽ കണ്ടപ്പോൾ സ്തോത്രം ഇസഹാക്ക് എന്ത് ചെയ്യുന്നറിയാമോ? എന്നറിയ അവൻ്റെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും, നോക്കിയേ, നിന്റെ വാസം മറ്റതല്ല പുഷ്ടി, ഇത് നേരെ ഓപ്പോസിറ്റ്. കണ്ടോ? പുഷ്ടി കൂടാതെ വായിച്ചേ. നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും ഇരിക്കും. നിന്റെ വാൾ കൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരൻ നീ സേവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടി. പാവം വളരെ വേദനയായി പുറത്തു പോയി പൊട്ടിക്കരഞ്ഞിട്ട് അവൻ പറഞ്ഞു, അവനെ ഞാൻ തകർത്ത് കളയാരെ, യാക്കോബിനെ തകർത്ത് കളയും. ഇത് അമ്മ എന്ത് ചെയ്തു? അറിഞ്ഞ ഉടനെ അമ്മ പറഞ്ഞു, യാക്കോബിനെ വിളിച്ചു, മോനെ മക്കളെ, ഇനി ഇവിടെ നിൽക്കല്ല, അവൻ നിന്നെ തീർത്ത് കളയും, നീ പൊയ്ക്കോ, നിന്നെ കൊന്നു കളയും, നീ പൊയ്ക്കോ, നീ എൻ്റെ സഹോദരനായ ലാവാൻ്റെ വീട്ടിൽ പോയി അവിടെ തന്നെ നീ പാർക്കണം. സ്തോത്രം. അപ്പോൾ അപ്പൻ വിളിച്ചു, അവനെ വീണ്ടും അനുഗ്രഹിച്ചു, നീ മറ്റൊരു പെൺകുട്ടികളെ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അനുഗ്രഹം വീണ്ടും യാക്കോബ് കൊടുത്ത് അമ്മയുടെ അനുഗ്രഹം അപ്പൻ്റെ അനുഗ്രഹം വാങ്ങി ഇവൻ എന്ത് ചെയ്തു? ഒറ്റ വടിയോടും കൂടെ യാത്ര ചെയ്തു നേരെ എവിടെ പോയി? ലാവാൻ്റെ വീട്ടിലേക്ക് പോയി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലാവാൻ്റെ വീട്ടിൽ പോയി ആദ്യത്തെ ഒരു മാസം ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അവന് റാഹേലിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആരെ ഇഷ്ടപ്പെട്ടു? റാഹേലിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ റാഹേലിന് വേണ്ടി ഒരു 7 വർഷം ആട് മേയ്ക്കാൻ, പക്ഷേ ആ മൃഗങ്ങളെ നോക്കാൻ വേണ്ടി ആരാക്കി? 7 വർഷം ചെയ്താൽ ആരെ കൊടുക്കാമെന്ന് പറഞ്ഞു? റാഹേലിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷം റാഹേൽ സുന്ദരിയാണ്. ലേയും റാഹേലും അല്ലേ? 2 മക്കൾ ഏതൊക്കെയാണ്? ലേയും റാഹേലും. അപ്പോൾ റാഹേൽ രണ്ടാമത്തെ ആളാണ്, ലേയ മൂത്ത ആളാണ്. ആ കണ്ണ് ചെറിയൊരു ഇതുണ്ട്. അതുകൊണ്ട് അവന് വലിയ ഇഷ്ടം ആരോടാ? സുന്ദരിയായ അല്ലെങ്കിൽ കാണാൻ നല്ല ശോഭയുള്ള ആരെയാണ്? റാഹേലിനെയാണ് അവനങ്ങ് ഇഷ്ടപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 7 വർഷം റാഹേലിന് വേണ്ടി യാക്കോബ് കഷ്ടപ്പെടുകയാണ്. രാവും പകലും മഞ്ഞും മഴയും. ഇതാന്ന് പറയുമ്പോൾ 7 വർഷം നിസ്സാരം പോലെ പോയി. കാരണം അവളോടുള്ള സ്നേഹം അവനെ വല്ലാതെ ഒന്നും ചിന്തിക്കാൻ ഇടവന്നില്ല. യേശുവിനോടൊരു മണവാട്ടി സ്നേഹിക്കുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, യാക്കോബിന് ചില ദിവസങ്ങൾ പോലെ തോന്നി. എന്തുകൊണ്ട്? യാക്കോബിന് അവളോടുള്ള സ്നേഹം, റാഹേലിനോടുള്ള ഇഷ്ടം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, മണവാട്ടികൾക്ക് പ്രശ്നങ്ങൾ സാരമല്ല, പ്രതികൂലങ്ങൾ സാരമല്ല, മഞ്ഞ് സാരമല്ല, മഴ സാരമല്ല, നിരാശ സാരമല്ല, ഒറ്റപ്പെടൽ
മാറ്റപ്പെടുത്തൽ സാരമല്ല. ഹല്ലേലൂയ. മാറ്റിവിടൽ സാരമല്ല. കാരണം പറയും, എൻ്റെ മണവാളനാകുന്ന യേശു എനിക്കുണ്ടല്ലോ. ആ യേശുവിനെ നോക്കി ഓടുന്ന ഒരു പൈതലിന് ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമല്ല, നഷ്ടങ്ങളൊന്നും സാരമല്ല. നിത്യ തേജസ്സിന്റെ ഹന ഓർക്കുമ്പോൾ ദൈവത്തിന് സ്വത്രം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, എൻ്റെ കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയന മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയന മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, എൻ്റെ കഷ്ടങ്ങൾ മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ ദീനത്തിൽ മണവാട്ടിയായി ഞാൻ പറന്നു പോകും. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ ദീനത്തിൽ മണവാട്ടിയായി ഞാൻ പറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, എൻ്റെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, എൻ്റെ കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, എൻ്റെ കണ്ണുനീർ സാരമില്ല, എൻ്റെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി ഞാൻ പറന്നു പോകും. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, എൻ്റെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ. റാഹേലിനോടുള്ള ഇഷ്ടം യാക്കോബിനെ 7 വർഷം നിസ്സാരം പോലെ പോയി. 7 സംവത്സരം സേവ ചെയ്തു. അവളെ സ്നേഹിക്കൊണ്ട് 20-ാം വാക്യം 29-20 ഉൽപ്പത്തി 29-20 പറയുന്നു, അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവനവിടെ സ്നേഹിക്കൊണ്ട് അതവൻ അല്പകാലം പോലെ തോന്നി. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ പീരീഡ് പോലെ 7 വർഷം ചെറിയൊരു പീരീഡ് പോലെ തോന്നി. ഒരു ദിവസം മണവാളനാകുന്ന യേശു വരും. സ്തോത്രം. മുള്ളുകളുടെ നടുവിൽ നിൽക്കുന്ന താമരപ്പൂവിനെ ആ മണവാളനാകുന്ന യേശു, മുള്ളേ നീ എനിക്കത് മതി, മുള്ളേ നീ കുത്തിയത് മതി, മുള്ളേ നീ വേദനിപ്പിച്ച് തകർത്തത് മതി, എൻ്റെ പ്രിയെ ഞാനിത് അടർത്തുകൊണ്ട് പോകുന്നു, മുള്ളേ നീ ഒരുപാട് കുത്തി,
പണിയില്ലേ, ഒരുപാട് തകർത്തില്ലേ, ഒരുപാട് വേദനിപ്പിച്ചില്ലേ, മതി മതി എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ചെന്നായിയുടെ നടുവിലിരിക്കുന്ന കുഞ്ഞാടിനെ, ചെന്നായേ നീ പലപ്പോഴും എന്റെ കുഞ്ഞാടിനെ തകർക്കാൻ നോക്കി, പക്ഷെ എന്റെ കുഞ്ഞാടിനെ നിന്റെ നടുവിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് പോകയാ. ചെന്നായ്ക്കളുടെ നടുവിൽ നിന്ന് കുഞ്ഞാടാകുന്ന മണവാട്ടിയെ എന്റെ ദൈവം ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ചെന്നായ്ക്കളുടെ നടുവിൽ ഇരിക്കുന്ന മണവാട്ടിക്ക് ഒരു വേദനയുമില്ല. ഓ, കുഞ്ഞാടിന് ഒരു വേദനയുമില്ല. നിന്നയുണ്ട്, ദൂഷിയുണ്ട്. മണവാളന്റെ വരവ് കാത്തിരിക്കുന്ന മണവാട്ടി പറയും, ഇതൊന്നും സാരമല്ല. യേശുവിനോടുള്ള പ്രേമം, യേശുവിനോടുള്ള ഇഷ്ടം, യേശുവിനോടുള്ള സ്നേഹം കർത്താവിന്റെ മണവാട്ടിക്ക് അല്പകാലം പോലെ തോന്നും. ഇന്നിനകത്തിരിക്കുന്ന പൈതലേ, എന്റെ നിങ്ങളുടെ സ്നേഹം യേശുവിനോട് കൂടെ ആണെങ്കിൽ ഹല്ലേലൂയ. ഓ, കഷ്ടസാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം മണവാളനാകുന്ന യേശു മുള്ളുകളുടെ നടുവിൽ വസിക്കുന്ന താമരയെ ചേർക്കാൻ. ഓ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെന്നായ്ക്കളുടെ നടുവിൽ പാർക്കുന്ന കുഞ്ഞാടിനെ ചേർക്കാൻ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ചവിട്ടാൻ പല ഇടമുണ്ടെങ്കിലും ആ ഇടങ്ങളിലൊന്നും ചവിട്ടാത്ത മണവാട്ടിയാകുന്ന കളങ്കമില്ലാതെ വിശുദ്ധിയോടെ ജീവിക്കുന്ന പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ള മണവാട്ടിയെ ചേർപ്പാൻ. ഓ, മണവാളൻ വരാൻ സമയമായി. അവൾക്ക് ഈ ഭൂമിയിലെ പ്രതികൂലം, നിന്ന, ദുഷി, പരിഹാസം, വർഷങ്ങൾ, പ്രതിസന്ധിയുടെ വർഷങ്ങൾ അവൾക്ക് നിസ്സാരം പോലെ തോന്നും. കാരണം അവളുടെ ഈ ലോകത്തിലെ കഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം നിസ്സാരം പോലെ തോന്നാൻ കാരണം മറ്റൊന്നുമല്ല, അവൾ കാത്തിരിക്കുന്ന മണവാളനോടുള്ള ഇഷ്ടം എത്ര മാത്രമാണോ അത്രയും മാത്രം കഷ്ടങ്ങൾ സാരമല്ലെന്ന് തോന്നും. ഇന്ന് ഇതിനകത്ത് നോക്കിക്കേ, അങ്ങനെ റാഹേലിന് വേണ്ടി ഒരു 7 വർഷം യാക്കോബ് സ്തോത്രം കഷ്ടപ്പെട്ടു. അങ്ങനെ യാക്കോബ് പറഞ്ഞു, ഇതാ 7 വർഷം തികഞ്ഞു. അവൻ നിസ്സാരം പോലെ തോന്നി, സമയം തികഞ്ഞിരിക്കാൻ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാവാൻ ആ സ്ഥലത്തെ ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി. സ്തോത്രം. അങ്ങനെ കല്യാണം കഴിഞ്ഞു, വീട്ടിൽ ചെന്നു, രാത്രി കഴിഞ്ഞു. ഒരു രാത്രി കഴിഞ്ഞ് രാവിലെ നേരം വെളുത്ത് മുഖത്ത് നോക്കിയപ്പോൾ ആളാര്? എടാ, അപ്പനെ പറ്റിച്ചാൽ ദൈവം നിന്നെ വിടുവോടാ. ദൈവത്തിന് സ്തോത്രം. നീ അപ്പൻ്റെ കണ്ണിനെ മൂടി പറ്റിച്ചൂലേ? ഇപ്പം നിനക്കിവിടെ പറ്റിയല്ലേ? സ്തോത്രം. രാവിലെ നോക്കിയപ്പോൾ അന്തം വിട്ട്. എന്നാൽ ഈ എൻ്റെ അമ്മാവൻ ഇങ്ങനെ പറ്റിച്ച് കളഞ്ഞല്ലോ. അമ്മാവൻ്റെ അടുക്ക പോയി, നീ ഇതെന്താ ചെയ്തേ? അമ്മാവൻ പറഞ്ഞു, മൂത്ത മോളിരിക്കുമ്പോൾ ഇളയാളിനെ കെട്ടിക്കൊടുക്കുന്ന പതിവൊന്നും ഞങ്ങൾക്കിവിടെ ഇല്ല. അതുകൊണ്ട് നീ ഒരു 7 വർഷം കൂടെ പാടുപെട്ടാൽ നിനക്കിനി ഇവളെയും കൂടെ. സ്തോത്രം. അവൻ ചിന്തിച്ചു, 7 വീണ്ടും ഒരു 7 കൂടെ, 7 കൂടെ ആക്ക് വേണ്ടി, റാഹേലിന് വേണ്ടി, ലാഹേലിന് വേണ്ടി ഒരുപാട് പണിയെടുത്തു. അങ്ങനെ എത്ര വർഷമായി? 14 വർഷം ജോലി ചെയ്തു. 14 വർഷം കഴിഞ്ഞപ്പോൾ സ്തോത്രം വീണ്ടും ആരെ കിട്ടി? റാഹേലിനും കിട്ടി. അത് കഴിഞ്ഞ് യാക്കോബിന് ഒരു ചിന്ത വന്നു, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാം ആയി, കരങ്ങളിലായി, കുടുംബമൊക്കെ ആയി, നല്ല ഇതായി. അപ്പോഴാണ് അകത്തൊരു ചിന്ത. എന്തോന്ന് ചിന്ത? വായിച്ചേ. സ്തോത്രം. 31-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ വായിക്കും. അതിൻ്റെ 30-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് എന്ത് ചെയ്യുമെന്നൊരു ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോൾ ലാവാൻ പറഞ്ഞു, അങ്ങനെ പുള്ളിയും മറുകുമുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെ നിനക്കതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ നോക്കി, പുള്ളി മറുകുള്ള മൃഗസമ്പത്ത് ഒരുപാട് പെരുകി. ഇതെല്ലാം ആരുടേതായി? യാക്കോബിൻ്റെതായി. യാക്കോബിന് ഇതെല്ലാം കണ്ടപ്പോൾ, യാക്കോബിന് ദൈവമാണ് അനുഗ്രഹിച്ചത്. യാക്കോബിനെ അനുഗ്രഹിച്ച ആരാണ്? ദൈവമാണ് അനുഗ്രഹിച്ചത്. ഇത് കണ്ടപ്പോൾ യാക്കോബിനെ അയച്ചത് ആരാണ്? വരുന്ന വഴിക്ക് ലൂസിൽ വന്നു അല്ലേ? ലൂസിൽ വന്ന് കിടന്നുറങ്ങി. ഒരു വടിയുമായിട്ടാണ് വരുന്നത്. ലൂസിൽ വന്ന് കിടന്നുറങ്ങി. ഒറ്റ മനുഷ്യനില്ല. അവിടെ കിടന്ന കല്ലെടുത്ത് തലേണയായി വെച്ച് യാക്കോബ് കിടന്നുറങ്ങി. ഉറക്കത്തിൻ്റെ നടുവിൽ ഒരു സ്വപ്നം കണ്ടു. അറ്റം വരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം വലിപ്പമുള്ള ഒരു ഗോവേണി കണ്ടു അല്ലേ? ആ ഗോവണിയിലൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ യഹോവയായ ദൈവം നിന്നുകൊണ്ട് യാക്കോബിനോട് സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ട ഉടനെ യാക്കോബ് ചാടി എഴുന്നേറ്റു. യഹോവ ഈ സ്ഥലത്തുണ്ട് നിശ്ചയം. യാക്കോബിനോട് അന്ന് ഒരു ആലോചന കൊടുത്തു, മോനെ നീ അനുഗ്രഹത്തോടെ തിരിച്ചു വരും, നീ ഇവിടെ തന്നെ വരും. ഇതെല്ലാം ആലോചന കൊടുത്തു. ഇവൻ ആലോചന എല്ലാം എടുത്തു. കർത്താവ് പറഞ്ഞയച്ചിട്ടാണ് ഇവനെ അങ്ങോട്ട് വിടുന്നത്. അവിടെ നിന്ന് ദൈവമാണ് അയച്ചത്. മനസ്സിലായോ? കർത്താവിൽ പണിയുന്നൊന്നും കത്തിപ്പോത്തില്ല, കർത്താവിൽ ഓടുന്നൊന്നും തകരത്തില്ല.
കർത്താവിൽ പോകുന്നൊന്നും വീഴത്തില്ല. കർത്താവാണോ നിന്നെ വിളിച്ചത്, കർത്താവാണോ നിന്നെ അയച്ചത്. നിന്നെ തകർക്കാൻ ആരെങ്കിലും നോക്കിയാലും തകരാൻ പോകുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവിടെ ഇതാ വളരെ സമ്പത്തുണ്ടായി, കാരണം വളരെ നന്മയുണ്ടായി, വളരെ അനുഗ്രഹമുണ്ടായി. സമ്പത്തല്ല ഈ ലോകത്തിൽ തീരുന്നതാണ്, സത്യമാണ്. പക്ഷെ പഴയ നിയമമാണ് ഞാൻ പറയുന്നത്. സമ്പത്തുണ്ടായി, നന്മകളുണ്ടായി. ഇത് കണ്ടപ്പോൾ 31 അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യം പെട്ടെന്ന് വായിച്ചേ. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് 43 വായിച്ചിട്ട് 30-43 വായിച്ചിട്ട് അടുത്ത് വായിക്കാം. അവൻ മഹാസമ്പന്നായി, അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. കണ്ടോ, യാക്കോബ് മഹാസമ്പന്നനായി. സ്തോത്രം. ദൈവത്തിന്റെ ആലോചന പോലെ അവനൊരു അനുഗ്രഹമായി. കാരണം എന്താ? അവനെ അവിടെ നിന്ന് പറഞ്ഞയച്ചത് എൻ്റെ ദൈവമായിരുന്നു. അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ക്രിസ്തുവിൽ പണിതാൽ അത് തകരത്തില്ല. ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സമ്പത്തിന് വേണ്ടി, പുതിയ നിയമത്തിൽ ഞാൻ പറയട്ടെ, ക്രിസ്തുവിൻ്റെ സമ്പത്തിന് വേണ്ടി, യേശുവിൻ്റെ സ്വഭാവത്തിന് വേണ്ടി, ആർക്കും അപകരിക്കാൻ പറ്റാത്തത് വേണ്ടി. മാർത്തയും മറിയും ഉണ്ടായിരുന്നു കേട്ടോ. യേശു കർത്താവ് ഒരിക്കൽ മാർത്തയുടെ മറിയുടെ ഭവനത്തിൽ പോവുകയാണ്. അവിടെ യേശു വചനം ശുശ്രൂഷിക്കുമ്പോൾ മാർത്തയും മറിയയും ഉണ്ടായിരുന്നു, മറ്റു ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ മാർത്ത പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടു, വളരെ ഭാരപ്പെട്ടു, മനം കലങ്ങി. എന്നാൽ മറിയ ഒന്നും മിണ്ടിയില്ല. അവൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ അങ്ങിരുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിനോട് മാർത്ത വന്ന് പറയും, കർത്താവേ നോക്കിയ മറിയ. സ്തോത്രം. ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇവള് മാത്രം അവിടെ വന്ന് സുഖിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കുക. സുഖിച്ച് ക്രിസ്തുവിലിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുകയാണ്. കർത്താവേ ഇവളെ കണ്ടോ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, മാർത്തേ നീ പലതിനെ ചൊല്ലി കലങ്ങിയും മനസ്സ് തകർന്നും കലങ്ങിയിരിക്കുന്നു. പക്ഷേ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അവളിൽ നിന്ന് ആരും അപകരിക്കത്തില്ല. ആർക്കും അപകരിക്കാൻ പറ്റാത്തതിനെ അവൾ തിരഞ്ഞെടുത്തു. ഞാൻ പറയട്ടെ, ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതൽ, സ്തോത്രം, കയ്യിൽ നിന്ന് വീഴുന്ന നുറുക്കല്ല, യേശുവിനെ സ്വീകരിക്കും. യേശുവിൻ്റെ സമ്പത്തിനെ സ്വീകരിക്കും. സ്വർഗീയ സമ്പത്തിനെ, യേശുവിൻ്റെ സമ്പത്തിനെ, യേശുവിൻ്റെ സ്വഭാവത്തെ, യേശുവിൻ്റെ ഭാവത്തെ, ക്രിസ്തുവിൻ്റെ ശബ്ദമായി മാറുക, ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ താഴ്മ, ക്രിസ്തുവിലുള്ള ബഹുസമ്പത്തിനെ ഹല്ലേലൂയ സ്വീകരിക്കും. ഇതാ യാക്കോബ് സമ്പന്നനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി പുറത്തു വന്നു. തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ ലാബാന്റെ മക്കൾ കണ്ടപ്പോൾ ലാബാന്റെ മക്കൾ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെതാണ് ഇവനുള്ളത്. വായിച്ചേ. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് കേട്ട ഉടനെ അടുത്ത വരി തൊട്ട വരിയ വായിച്ചേ. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കി. ഇത് ഇങ്ങനെ കേട്ടോണ്ട് ലാബാന്റെ മുഖത്തേക്ക് ആര് നോക്കി? ഇപ്പൊ എത്ര വർഷമായി അവിടെ പോയിട്ട്? കഴിഞ്ഞ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും. യാക്കോബ് 14 വർഷമായപ്പോൾ അമ്മാവനോട്, അമ്മാവാ ഇനി എന്തായാലും ഞാനും എൻ്റെ ഭാര്യമാരും ഞങ്ങൾ മക്കൾ തലമുറകളെല്ലാം കൂടെ ഞങ്ങളിതാ പോകാൻ പോകും. വിട്ടില്ല. വീണ്ടും അവിടെ നിൽക്കുകയാണ് പണിയെടുക്കാൻ. സ്വന്തം പോകാന്ന് പറഞ്ഞിട്ട് പോയില്ല. എന്നിട്ടാണ് നന്മകളെല്ലാം കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ യാക്കോബ് സത്യത്തിൽ ദൈവത്തിൻ്റെ കൂടെയാണ് നടക്കുന്നത്. അവൻ്റെ പണിയും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണും എൻ മണാളനെ. വ്യർത്ഥമല്ല അതു നിശ്ചയം വേഗം കാണും എൻ മണാളനെ. ഹല്ലേലൂയ. ലാബാന്റെ മുഖത്തേക്ക് യാക്കോബ് നോക്കി. യാക്കോബിന്റെ മക്കൾ പറയുന്ന വാക്ക് കേട്ട്, ലാബാന്റെ മക്കൾ പറയുന്ന വാക്ക് കേട്ട് യാക്കോബ് ലാബാന്റെ മുഖത്തേക്ക് നോക്കി. മുഖത്തേക്ക് നോക്കുമ്പോൾ വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ, 31:1. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു. മുമ്പിരുന്നത് പോലെയല്ല, മുഖം മാറി. കണ്ടോ? അയാളുടെ ഭാവമെല്ലാം, ആരുടെ? അമ്മാവന്റെ ഭാവമെല്ലാം മാറി. പണ്ടത്തെ പോലത്തെ മുഖം അല്ല. തൊട്ടടുത്ത വരി വായിച്ചേ. അപ്പോൾ യഹോവ യാക്കോബിന്റെ അടുത്ത് ആര് നിൽക്കുക? പറ. എപ്പോൾ ലാബാന്റെ മുഖം മാറിയപ്പോൾ ക്രിസ്തുവിൽ ജീവിച്ച പൈതന്റെ അടുക്കൽ എൻ്റെ അപ്പൻ നിന്നു.
അപ്പോഴപ്പോൾ സംസാരിക്കാൻ, അപ്പോൾ നടത്താൻ ദൈവം നിന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, എന്നെയും നിങ്ങളെ കർത്താവാണ് വിളിച്ചതെങ്കിൽ ഓരോ സെക്കൻഡും ഏതെല്ലാം മേഖലകളിലൂടെ പോകുമ്പോഴും സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുവാൻ നമ്മുടെ അപ്പൻ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട്, നമ്മുടെ അകത്തുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളിലുണ്ട്. ഹല്ലേലൂയ. നോക്കിയേ, യാക്കോബിന്റെ തൊട്ടടുത്താര് നിൽക്കുക? ദൈവം നിൽക്കുക. വായിച്ച ഒന്നുകൂടെ വായിച്ച വരി. അപ്പോൾ യഹോവ എപ്പോ? ഈ ലാവാന്റെ മുഖത്ത് എപ്പോ ആര് നോക്കി? യാക്കോബ് നോക്കിയോ? ലാവാന്റെ മുഖം മാറിയിരിക്കുന്ന എപ്പോ കണ്ടോ? അപ്പോൾ സ്പോട്ട് ടൈമിൽ, അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ല, വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോഴല്ല പറഞ്ഞേ, പിന്നെ ആ സമയം. അപ്പോൾ യാക്കോബിന്റെ കൂടെ എപ്പോഴും ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. അടുത്ത വരി വായിച്ചേ. യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് നിന്റെ ചർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാം. ദൈവം പറഞ്ഞു, മോനെ നീ ഇനി ഇവിടെ എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. നിന്റെ പിതാക്കന്മാരുടെ അടുക്കലേക്കും ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം. ഞാൻ നിന്നോട് കൂടെ. കണ്ടോ, നീ മടങ്ങി പോകുമ്പോഴും, നീ ഇവിടെ ആയിരുന്നപ്പോഴും, മോനെ നീ മടങ്ങി പോകുമ്പോഴും, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അടുത്ത വരി വായിച്ചേ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. കണ്ടോ, കർത്താവ് അരുളി ചെയ്തു. അടുത്ത വരി. യാക്കോബ് ആളയച്ച് റാഹേലിനെയും ലേയയെയും വയലിൽ തന്റെ ആട്ടിൻകൂട്ടത്തിന്റെ അടുക്കൽ വിളിപ്പിച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപ്പന്റെ മുഖം. നോക്കിക്കേ, രണ്ടുപേരെയും വിട്ടായില്ലേ? ഇത് 10, നേരത്തെ പ്രധാനപ്പെട്ടത് 12. അടുത്ത വരി വായിച്ചേ. എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. ദൈവം അവനെ ആരും സമ്മതിച്ചില്ല. ഇവിടെ ദോഷം ചെയ്യാൻ വന്നാലും ക്രിസ്തുവിന്റെ മക്കളെ എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. ശത്രു ദോഷം ചെയ്യാൻ വരുമ്പോഴും എൻ്റെ അപ്പൻ അനുവദിച്ചാലേ തൊടാൻ പറ്റൂ. ദൈവം അനുവദിച്ചില്ലെങ്കിൽ ഒരു മുടിക്ക് പോലും ദോഷമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച വരി. എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലം ആയിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ വായിച്ചു വരുമ്പോൾ 13-ാം വാക്യം വരുമ്പോൾ വായിച്ചേ. 12 മുതൽ വായിച്ചേ. അപ്പോൾ അവൻ, നീ തല പൊക്കി 13 നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവം ആകുന്നു ഞാൻ. കർത്താവ് പറഞ്ഞു, മോനെ ഞാൻ ആരാ? അവിടെ ഉറങ്ങിക്കിടന്നപ്പോ ഇറങ്ങി വന്നില്ലേ, ഇവനാ പേരിട്ടത്. ആരാ പേരിട്ട? ബേഥേലെന്ന്. ലൂസിന് ബേഥേലെന്ന് പേരിട്ട ആരാ? ഇപ്പൊ ദൈവം പറഞ്ഞു തന്നാ ഒന്നുകൂടെ ഉറപ്പിച്ചു അല്ലേ? ഞാൻ എവിടുത്തെ ദൈവം? നീ പേരിട്ട ബേഥേലല്ലേ? എന്റെ അപ്പൻ അത് ഒന്നും കൂടെ പറയുകയാണ്, മോനെ ഞാൻ ആരെന്നറിയാമോ? ബേഥേലിലെ ദൈവമാ. ഓ ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് പൈതലേ, കഴിഞ്ഞ നാളുകൾ നിന്റെ അടുത്തിൽ ഇറങ്ങി വന്ന ദൈവമില്ലേ? നിന്നെ കൈവിട്ടിട്ടില്ല, മാറിപ്പോയിട്ടില്ല. എന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വഴിമാറിപ്പോകുന്നവനല്ല എൻ്റെ ദൈവം. ക്രിസ്തുവിനാൽ നിറഞ്ഞ് ജീവിക്കാൻ ദാഹിക്കുന്ന പൈതലേ, തള്ളിക്കളയുന്നവനല്ല ദൈവം. ഒരു ദാഹമുണ്ടെങ്കിൽ, ഒരു ആവേശമുണ്ടെങ്കിൽ, അപ്പനാണ് വിളിച്ചതെങ്കിൽ, അപ്പനാണ് ഇറക്കിയതെങ്കിൽ അന്ത്യം വരെ നടത്താൻ ഈ ദൈവം മതിയായവനാണ്, വിശ്വസ്തനാണ്. പതറിപ്പോകരുത്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. റാഹേലെയും ലേയയെയും അവനോട് ഉത്തരം പറഞ്ഞത്, അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇനി ഓഹരിയും അവകാശവും ഉണ്ടോ? അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാരും കൂടെ എന്ത് ചെയ്തു? ലാവാൻ അറിയാതെ ഭാര്യയും മക്കളുമാരും സമ്പത്തും എല്ലാം കൂടെ എന്ത് ചെയ്തു? ദാസിദാസന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? ബഹു സമ്പത്തോടെ ഇവർ യാത്ര തിരിച്ചു. അപ്പോഴുണ്ട് ലാവാൻ അറിവ് കിട്ടി. ലാവാൻ ഇവരെ പുറകെ വരികയാണ്. കാരണം ലാവാന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് എന്ത് കാണാനില്ല, അടിച്ചോണ്ട് പോയി. ഗ്രഹബിംബം അടിച്ചോണ്ട് പോയി. ആരാ കൊണ്ടുപോയേ? റാഹേലാണ് അടിച്ചോണ്ട് പോയത്, മോള്. ഇതും കൂടെ വാങ്ങാനാണ് ആര് വരുന്നത്? ഇതാരടിച്ചോണ്ട് പോയെന്ന് അറിയാൻ പാടില്ല. ഉറപ്പായിട്ടും ഈ ലാവാൻ ചിന്തിച്ച് കാണും, ഉറപ്പായിട്ടും ആരാ? യാക്കോബ് തന്നെ കൊണ്ടുപോയി കാണും. ഇവൻ തന്നെ അടിച്ചോണ്ട് പോയി. ഇവിടെ ഉള്ള സമ്പത്തും കൊണ്ടുപോയി, ഇവൻ അതും കൂടെ അടിച്ചുകൊണ്ട് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലാവാൻ ദുഷ്ടചിന്തയോടെ വരുന്നത് എൻ്റെ ദൈവം അറിഞ്ഞിട്ട്, ലാവാൻ വരുന്നതിന് തൊട്ടുമ്പ് സ്വർഗം അവൻ്റെ അടുക്കൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാവാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും. അവൻ 7 ദിവസത്തെ വഴി പോയി. 22 അയച്ചേ.
യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം കണ്ടോ, ഗിലെയാദിലെത്തി. അപ്പോൾ ദൈവം രാത്രി സ്വപ്നത്തിൽ ലാബാന്റെ അടുക്കൽ വന്ന അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. കണ്ടോ, നീ അവിടെയാണ് ഈ വചനം നമ്മൾ വായിച്ചത്. നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ യാക്കോബിനെതിരെ പറയാതിരിക്കാൻ സൂക്ഷിക്കാൻ പറഞ്ഞു അല്ലേ. നീ ഗുണവും പറയണ്ട, നീ വിലക്കി. കണ്ടോ, വിലക്കി. സ്വപ്നത്തിൽ ചെന്ന് വിലക്കി. എൻ്റെ ദൈവം എത്ര വലിയാണ് നോക്കിയേ. ഓ ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൽ മൽപ്പിടുത്തം നടക്കുന്നു. പിന്നെ എന്താ സംഭവിച്ചേ? ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കുന്നു അല്ലേ, ദൈവശക്തി പ്രാപിക്കുന്നു, ഇസ്രായേലായി മാറുന്നു. ഹല്ലേലൂയ. ഓ സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അവൻ വാങ്ങുന്നു. കർത്താവിന് ഇവനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, ഞാനും നിങ്ങൾ ഓടുന്നുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവമുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിലാണോ? ഓരോന്നും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിലാണോ? കർത്താവിൽ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, കർത്താവിൽ ജീവിക്കുന്ന പൈതലാണെങ്കിൽ, ഒരിടത്ത് ഒരു ശത്രുവിനും, ഒരു ലാബാന്യ ശത്രുവിനോ, ഒരു ഇരുട്ടിന്റെ ശത്രുവിനോ, ഒരു അന്ധകാര ശക്തിക്ക് നമ്മെ തകർക്കാൻ കഴിയത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. പഴയ നിയമ വിശുദ്ധന്റെ കൂടെ ഇരുന്ന ദൈവം പുതിയ നിയമത്തിനകത്തും ദൈവം ഓരോരുത്തരെയും വിളിച്ചു വേർതിരിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിനകത്ത് ദമസ്കോസിൽ വെച്ച് ശൗലിനെ വിളിച്ച് വേർതിരിച്ച ദൈവം കൂടെ ഇരുന്നു. ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും ലാഭമായിരുന്നെല്ലാം ഛേദം എന്ന് എണ്ണുവാൻ, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം തനിക്ക് ലാഭമുള്ളതെല്ലാം ഛേദമെന്ന് എണ്ണുവാൻ അപ്പോസ്തലൻ ബലപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, യേശുവിനെ കണ്ടതുകൊണ്ടാണ്. യേശുവിന്റെ സ്നേഹമാണ്, യേശുവിന്റെ കൃപയാണ്. തീർന്നില്ല. യേശുവിന്റെ മുൻ നിർണയമാണ്. തീർന്നില്ല. യേശുവിന്റെ വിളിയാണ്. തീർന്നില്ല. യേശുവിന്റെ തെരഞ്ഞെടുപ്പാണ്. ആമേൻ. പഴയ വിശുദ്ധന്മാരോടൊപ്പം ദൈവം ഇരുന്നത് പോലെ. സ്തോത്രം. റോമർക്ക് ലേഖനത്തിലേക്ക്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഡെമസ്കോസിന്റെ പടിവാതിൽക്കലിട്ട് അപ്പോസ്തലനാകുന്ന പൗലോസിനെ പിടിച്ച ദൈവം, റോമർക്ക് ലേഖനം 1-ാം അധ്യായം അങ്ങോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലന്റെ കുറെ കാര്യങ്ങളും കൊണ്ട് അപ്പോസ്തലൻ നിൽക്കുകയാണ്. ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ കൊണ്ടുവന്ന സകലത്തെയും ചവിട്ടി പൊടിച്ച് ഭസ്മമാക്കി ദൈവം അതിന്റെ മുൻപിലിട്ടിട്ട് അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി നിന്നു. ആമേൻ. സ്തോത്രം. റോമർ 7-ൽ അപ്പോസ്തലൻ വിളിച്ചു, അയ്യോ, ഞാൻ ആരിഷ്ട മനുഷ്യന്, മരണത്തിന് അധീനമായ പാപത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എന്റെ നീതി പ്രവർത്തികളൊന്നും അപ്പന്റെ അടുത്ത് എത്തിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ആ സ്തോത്രം അപ്പോസ്തലനാകുന്ന പൗലോസ് അലറി വിളിക്കാൻ തുടങ്ങി. വിളിച്ചപ്പോൾ കർത്താവിനെ കണ്ടവൻ, കർത്താവിന്റെ വലിപ്പം കണ്ടവൻ, ലോകത്തിൽ കത്തിപ്പോകുന്നത് കണ്ടവൻ, കർത്താവ് പറഞ്ഞു കൊടുത്തു, മോനെ, നിന്റെ ജഡത്തിലൂടെ നേടിയത്, നിന്റെ മനസ്സും നിന്റെ ശരീരം കൊണ്ട് നേടിയതൊന്നും എന്റെ അടുത്ത് വരത്തില്ല. ഞാൻ നിന്നിൽ നിറഞ്ഞ് നിന്നെ ഞാൻ നിയന്ത്രിച്ച് എന്തെല്ലാം നിന്നിലൂടെ വരുമോ അതിന് മാത്രമേ വിലയുള്ളെന്ന് കണ്ടപ്പോൾ ഇവന്റെ കയ്യിലിരിക്കുന്നത് മുഴുവനും കത്തിപ്പോകുന്നതാണെന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം ആദ്യം മുതൽ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനോട് ദൈവം കൂടെ ഉണ്ടായിരുന്നു. യാക്കോബ് ഓരോ നിമിഷവും ദൈവ ശബ്ദം കേട്ട് ദൈവത്തിൽ വസിച്ചു, ദൈവത്തിൽ വളർന്നു. ആ ഒരു നിലവാരത്തിൽ കർത്താവ് പഴയ നിയമ വിശുദ്ധൻ നടത്തി. എന്നാൽ പുതിയ നിയമത്തിനകത്തോട്ട് വരുമ്പോൾ ദമസ്കോസിൽ വെച്ച് പൗലോസിനെ പിടിച്ച് വേർതിരിച്ചു. എന്നാൽ തനിക്കുള്ളതെല്ലാം താൻ തൂക്കിക്കൊണ്ട് നടന്നു. പ്രസംഗിക്കും, ശുശ്രൂഷ ചെയ്യും. ശൗലോ മേൽക്കുമേൽ, ശക്തിക്ക് മീതെ ശക്തി ധരിച്ചുകൊണ്ട് നടന്നു. എന്നാൽ തൻ്റെ ശക്തി, തൻ്റെ കഴിവ്, തൻ്റെ മിടുക്കെല്ലാം തൻ്റെ അകത്തുണ്ടായിരുന്നു. എന്നാൽ റോമർക്ക് ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-3 അധ്യായം വായിക്കുമ്പോൾ, നീതി 3-ാം അധ്യായം വായിക്കുമ്പോൾ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നന്മ ചെയ്യുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നില്ലെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. അടുത്ത അധ്യായങ്ങളെ കൊണ്ട് വായിക്കുമ്പോൾ, എൻ്റെ ദൈവം ഒരു ജഡവും തൻ്റെ പ്രവൃത്തിയിലൂടെ അനുഗ്രഹിക്കപ്പെടുകയില്ലെന്നും കർത്താവിൻ്റെ അടുത്ത് പോകയില്ലെന്നും കർത്താവിൻ്റെ അടുത്ത് എത്തുകയില്ലെന്നും ദൈവം പഠിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് റോമറിലൂടെ അപ്പോസ്തലൻ പഠിപ്പിച്ചു കൊടുത്തു. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഏതുമല്ലാത്തതിനാണെന്നും, എടാ നീ പ്രശംസിക്കാതിരിക്കാൻ നിന്റെ പ്രവർത്തികളൊന്നും എൻ്റെ അടുത്ത് വരൂലെന്നും ദൈവം റോമറിലൂടെ വെളിപ്പെടുത്തി. ഈ അപ്പോസ്തലന്റെ പ്രവർത്തികൾ മുമ്പിൽ നിന്നു, തൻ്റെ ഓട്ടം അധ്വാനം മുമ്പിൽ നിന്നു, തൻ്റെ കഴിവുകളും അറിവും ജ്ഞാനവും തൻ്റെ മുൻപിൽ നിന്നു. പക്ഷെ ഇതൊന്നും അല്ല മോനെ എന്ന് എൻ്റെ ദൈവം വെളിപ്പെടുത്തി. എന്നിട്ടും പൊട്ടാത്ത ശൗൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഞാൻ ആ വചനം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, എൻ്റെ ദൈവത്തെ കണ്ടപ്പോൾ അയാൾ താഴെ കിടന്ന് ഉരുണ്ട് കാണും.
അയാൾ തകർന്നു കാണും. താൻ അതുവരെ നേടിയതെല്ലാം ഒന്നുമല്ലെന്ന് മനസ്സിലായി. അതുവരെ നേടിയത് ഇതുകൊണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഏതുകൊണ്ട്? ശ്രദ്ധിച്ചേ, ഇതുകൊണ്ടായിരുന്നു. ഏതുകൊണ്ട്? ഇതുകൊണ്ടല്ല. മനസ്സിലായി. അയ്യോ, എബ്രായർ 6 പറഞ്ഞു നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. അവിടെ വന്നപ്പോൾ തൻ്റെ ജീവനില്ലാത്ത പ്രവർത്തിക്കൊന്നും ഇടർച്ചക്കല്ലിൽ തട്ടി അവൻ വീണു. ഇടർച്ചക്കല്ല് ആരായിരുന്നു? ആരാ ഇടർച്ചക്കല്ല്? യേശു. യേശു ഇവിടെ നിന്നു. ഇവൻ്റെ ചപ്പും ചവറും ഒന്നും എൻ്റെ അപ്പൻ ഇറങ്ങി നിന്നപ്പോൾ, ഓ സർവാംഗ സുന്ദരൻ, ഭാരത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 നിലവിളക്ക് നടുവിൽ നിൽക്കുന്നവൻ, വിശുദ്ധിയിൽ ഭയങ്കരൻ, അശുദ്ധി ഒട്ടുമില്ലാത്തവൻ, അയ്യോ അഗ്നി ചോലക്കതുള്ള കണ്ണുള്ളവൻ, പാപമില്ലാത്തവൻ, എൻ്റെ അപ്പൻ ഇറങ്ങി നിന്നപ്പോൾ, അയ്യോ ഇവൻ ഇതുകൊണ്ട് നേടിയ സകലതും കൊണ്ടുവച്ചോണ്ട് നിന്നപ്പോൾ അതൊരു വേസ്റ്റായി. അപ്പോസ്തലന്റെ കണ്ണിൽ കണ്ടു സർവാംഗ സുന്ദരൻ, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നതിന്റെ മുമ്പിൽ ഹേ, നേരത്തെ പ്രസംഗത്തിൽ കേട്ടതുപോലെ ലജ്ജ തോന്നി. തനിക്കുള്ളത് അപ്പോസ്തലൻ കണ്ടപ്പോൾ ലജ്ജ തോന്നി. അവിടെ ഞാൻ വിശ്വസിക്കുന്നു അയാൾ വീണു, അയാൾ തകർന്നു. അപ്പാ ഇല്ല കർത്താവേ, യേശു എന്ന ഇടർച്ച കല്ലിൽ തട്ടി ശൗല് വീണു. അതുവരെ താൻ പ്രവർത്തിച്ചതും അധ്വാനിച്ചതും ഏതുമല്ലെന്നും തൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പ്രമാണമുണ്ടെന്നും, ഓ സ്തോത്രം, അതിനെ ജയിക്കാൻ കഴിയുന്നില്ലെന്നും അപ്പോസ്തലൻ വെളിപ്പെട്ടപ്പോൾ അയാൾ തകർന്നു, തരിപ്പണമായി, കരഞ്ഞ് നിലവിളിച്ചു. 21 വാക്യം, 20, 21. എങ്കിലും അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, ഉല്ലസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അയാൾക്ക് സർവാംഗ സുന്ദരനെ കണ്ടപ്പോൾ തനിക്കുള്ളതൊന്നുമല്ല, തൻ്റെ അവയവങ്ങളിൽ ചിലതെല്ലാം വ്യാപരിക്കുന്നുണ്ട്. ഇതിനെ കീഴടക്കണമെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങണം. നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. ഇതറിഞ്ഞ അപ്പോസ്തലൻ 23 എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങൾ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാവപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ. നോക്കിക്കേ, മനുഷ്യന് അയാൾക്ക് മനസ്സിലായി, യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ മരണത്തിന് അധീനമായി പാപം ചെയ്യുന്ന ആളാ. കാരണം ഇതുവരെ എന്തോ ആണെന്ന് തൂക്കിയതൊന്നും ഒന്നുമേ അല്ല, പാവമെന്ന് മനസ്സിലായി. ഓ, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട്, ബുദ്ധിയും ജഡവും ആത്മാവിലല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ബുദ്ധിയും രണ്ടും കൊണ്ട്, രണ്ടിലും ജീവിച്ചു. അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഇടർച്ച കല്ലിൽ ഇടിച്ച് ശൗല് വീണ് തകർന്നു. ഹോ, എൻ്റെതൊന്നും പോകത്തില്ലെന്ന് മനസ്സിലായി. അലർക്കറിഞ്ഞു, കർത്താവേ, ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. 2 കൂട്ടരുണ്ട്. ഒന്ന്, ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. 2, ആത്മാവിൻ്റെ നിയന്ത്രണമില്ലാതെ മനസ്സും ശരീരവും കൊണ്ട് ജീവിക്കുന്നവർ, ജഡത്തിൽ ജീവിക്കുന്നവർ. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി. ആ ഗവൺമെൻറ് പ്രകാരം ജീവിക്കുന്നവർ. അങ്ങനെ ജീവിച്ചെത്ര ആരാധിച്ച് എന്ത് നേടിയാലും പക്കോല് പോലെ കത്തും. സ്തോത്രം. വിറക് പോലെ കത്തും, പുല്ല് പോലെ കത്തിപ്പോകും. അത് നിലനിൽക്കത്തില്ല. നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതൊന്നും നിലനിൽക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ഏത് പ്രമാണം? ജീവന്റെ ആത്മാവിന്റെ. എടാ, നിന്റെ പ്രമാണം കൊണ്ടും ബുദ്ധിയുടെ പ്രമാണം കൊണ്ടും ജഡത്തിന്റെ പ്രമാണം കൊണ്ടും ചെയ്തതൊന്നും നിന്നെ രക്ഷിക്കത്തില്ല. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എത്രക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുവിടാ. ഹല്ലേലൂയ. അടുത്തെഴുതിയിരിക്കുകയാണ്. സ്തോത്രം. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ
ന്യായപ്രമാണത്തിന് നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. സ്തോത്രം. നോക്കിക്കേ, മനുഷ്യന് സ്വന്തം ഇഷ്ടം കൊണ്ടും മനസ്സുകൊണ്ടും ജഡം കൊണ്ടും ചെയ്യുന്നതൊന്നും അവിടെ എത്തുകയില്ല എന്ന് കണ്ട് ജീവൻ്റെ ആത്മാവിൻ്റെയും പ്രമാണം, ആ ജീവൻ ആത്മാവ് ഒരു വ്യക്തിയുടെ അകത്തിറങ്ങി ദേഹവും ദേഹിയും ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, മനസ്സിലാകുന്നുണ്ടോ? അതിലൂടെ വെളിപ്പെടുന്നത് മാത്രമേ, അതിലൂടെ വരുന്നത് മാത്രമേ എവിടെ ഉള്ളൂ? എവിടെ ഉള്ളൂ? കത്തിപ്പോകാത്തതുള്ളൂ. അപ്പോസ്തലന്റെ ജീവിതത്തിനകത്ത് കർത്താവുന്ന യേശു ക്രിസ്തു അവിടെ നിറയാൻ തുടങ്ങി. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോസ്തലൻ രക്ഷപ്പെട്ടു, കർത്താവിൻ്റെ കൃപയാൽ നിറഞ്ഞു, ക്രിസ്തുവിലായി. ആത്മാവിൻ്റെ ജീവന്റെ പ്രമാണം സകലത്തിൽ നിന്ന് അയാളെ പൊട്ടിച്ചെടുത്തു. ആത്മാവ് നിറഞ്ഞു, ശക്തി നിറഞ്ഞു, കൃപ നിറഞ്ഞു, അഭിഷേകം നിറഞ്ഞു, ദൈവശക്തി നിറഞ്ഞു. പായ് കപ്പൽ കാറ്റിന്റെ നിയന്ത്രണത്തിൽ ഓടും പോലെ, ഒരു മനുഷ്യന്റെ നിയന്ത്രണമില്ലാതെ, ജഡത്തിന്റെ നിയന്ത്രണമില്ലാതെ, കാറ്റ്, ആത്മാവിന്റെ കാറ്റ് യോഹന്നാൻ 3 പറയുന്നത് പോലെ. യോഹന്നാൻ 3 എന്താ പറയുന്നേ? എടുത്ത് ടക്കനെ വായിച്ചേ. സ്വത്രം. യോഹന്നാൻ 3 എന്താ പറയുന്നേ? നിക്കോദോമസിനോട് യേശു ക്രിസ്തു പറയുന്നുണ്ട്. സ്വത്രം. നിക്കോദോമസേ, വായിച്ചേ, 9 വാക്യം മുതൽ വായിച്ചേ. ഇത് എങ്ങനെ സംഭവിക്കും? 6 മുതൽ. ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കണ്ടോ? ആത്മാവിനാലുള്ള ജനനം കണ്ടോ? ആത്മാവിനാലുള്ള ജനനം ആത്മാവാകുന്നു. അടുത്ത്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന്. നോക്കിയേ, ഈ ആത്മാവ് ഇതിനകത്തിറങ്ങി ആളിന് എന്ത് വന്നു? പറ. ജീവൻ. നിക്കോദോമസിനോട് പറഞ്ഞു, നിക്കോദോമസേ, നീ എല്ലാം ചെയ്തു, പക്ഷെ നിന്റെ ഇവിടെ ജീവനില്ലടാ. നീ ഉപദേശം കൊടുത്തു, ഇത് രണ്ടും കൊണ്ടാണടാ നീ ഉപദേശിച്ചത്. ഇതാര് പറഞ്ഞു? യേശു ക്രിസ്തു. നീ ഇതും കൊണ്ടാണ് ഉപദേശിച്ചത്. എൻ്റെ ആത്മാവില്ലായിരുന്നു, അതുകൊണ്ട് നീ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്റെ ഇത് എംറ്റി ആയിട്ട് കറുത്തിരുണ്ട് കിടക്കുകയാടാ നിക്കോദോമസേ. അപ്പോൾ നിക്കോദോമസ് പ്രായം ചെന്നവൻ ചോദിച്ചു, അമ്മയുടെ ഉദരത്തിൽ വൃത്തനായ ഞാൻ എങ്ങനെ പോകും? എടാ, ജഡത്താൽ ജനിച്ചത് ജഡമാ. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നു, സ്തോത്രം, രക്തത്തിൽ നിന്ന് അല്ല, പുരുഷന്റെ ഇഷ്ടത്താലും ജഡത്തിൽ നിന്നും, പിന്നെ എങ്ങനെ? ആത്മാവിൽ നിന്ന് ജനിച്ചവൻ അത്രേ ദൈവത്തിന്റെ മക്കൾ. കണ്ടോ? നിക്കോദോമസേ, നിന്റെ അകത്ത് ആത്മാവ് വരണോടാ. വന്ന് ഇവിടെ നിറച്ച് നിന്റെ ആത്മമണ്ഡലം എൻ്റെ ആത്മാവ് കൊണ്ട് കഴുകി നിറയണം. നിറഞ്ഞിട്ട് നിന്റെ മനസ്സിന് മൊത്തം എൻ്റെ ആത്മാവ് നിറയണം. എന്നിട്ട് ഇത് രണ്ടും നിറഞ്ഞ് അടുത്ത ലെയറിലേക്ക് എൻ്റെ ആത്മാവ് നിറഞ്ഞ് എന്നെ ധരിച്ച ഒരു മനുഷ്യനായി പിന്നെ നിന്നെ കാണൂല. നിങ്ങൾക്ക് എത്ര പേർക്ക് മലിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മൊത്തം ആത്മാവിനാൽ നിറയുമ്പോൾ ഒരു ജഡ മനുഷ്യനല്ല കാണുന്നത്, ഒരു ആത്മീകനെ. കൃപ വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, അഭിഷേകം. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വൈതലേ ക്രിസ്തുവിൽ നിറഞ്ഞു ജീവിക്കാൻ? ആമേ, കർത്താവ് തൊട്ടാലേ പറ്റൂ, കർത്താവ് നിറഞ്ഞാലേ പറ്റൂ. കർത്താവ് അകം മുഴുവൻ നിറയാൻ തുടങ്ങണം, പുറത്തും നിറയാൻ തുടങ്ങണം. നിറച്ച് നിങ്ങളെ ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തം. അടുത്ത വാക്യം കൂടെ വായിച്ച യോഹന്നാൻ, അടുത്ത വാക്യം. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. ഇവിടെ നിറഞ്ഞ് കാറ്റിന്റെ അനുസരിച്ച് പോകുന്ന എങ്ങനെന്നറിയാമോ? ഇവിടെ നിറഞ്ഞിട്ട് ഇവിടെ നിറയും, ഇവിടെ നിറയും. പിന്നെ നിയന്ത്രണം മുഴുവൻ ആരായി? ആത്മാവ് കൊണ്ടുപോകുന്നിടത്ത്, ആത്മാവ് എഴുന്നേൽപ്പിച്ചാൽ, ആത്മാവ് നടത്തിയാൽ, ആത്മാവ് പറഞ്ഞാൽ, കാറ്റ് പോലെ സൂചിക്കൊടക്കകത്തൂടെ കടക്കുന്ന ഇതാ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒട്ടകം സൂചിക്കൊടക്കകത്തൂടെ കടക്കുന്ന കാര്യം കർത്താവായ യേശു പറഞ്ഞില്ലേ? ശിഷ്യന്മാര് പറഞ്ഞു, അങ്ങനെ ആർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റും കർത്താവേ? നിങ്ങൾക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് എന്തോന്ന് സാധ്യം? ദൈവത്തിന് എന്തോന്ന് സാധ്യം? ശാലി, നിനക്ക് അസാധ്യം, എന്നാൽ നിന്റെ ആത്മാതലങ്ങൾക്കകത്ത് ഞാൻ ഇറങ്ങി നിറഞ്ഞ് നിന്റെ മനസ്സിനെ നിറച്ച് നിന്റെ ശരീരത്തിൽ ഞാൻ നിറഞ്ഞ് നിന്റെ മുഴുവൻ നിയന്ത്രണവും ഞാൻ ഏറ്റെടുക്കാൻ നിനക്ക് പറ്റത്തില്ല, പക്ഷെ എനിക്ക് പറ്റും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഈ ആഴമേറിയ വചനം നമ്മുടെ എൻ്റെ നിങ്ങളുടെ അകത്തിറങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നോക്കിക്കേ, വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ, 7 വെട്ടും.
പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറകിൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെയെന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. കണ്ടോ? ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു. ആത്മാവിനാൽ ജനിച്ചവൻ അവന്റെ നിയന്ത്രണം ആരായിട്ടെടുക്കും? ഓരോ സെക്കൻഡും ആത്മാവിൽ ചൊലിച്ച് അവനിലൂടെയുള്ള പ്രാർത്ഥന, അവൻ കൊരിന്ത്യർക്ക് ലേഖനം എടുത്തേ, അവനിലൂടെ പ്രാർത്ഥന, അവനിലൂടെ ആരാധന എല്ലാം അപ്പൻ്റെ മഹത്വത്തിനായിട്ട്. നേരത്തെ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതാ സ്തോത്രം, ആമേൻ 12 ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോല് എന്നിവ കൊണ്ട് പണിയുന്നു എങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന്. ഇത് വിധമാണോ അതോ ഇതിലൂടെ ആണോ എന്ന് തീ പറയും. എന്നാര് പറയും? കണ്ടോ, അതിൽ എഴുതിക്കുന്നുണ്ടോ? അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം അത് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. ഞാനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ. ഇന്നതിനകത്ത് എന്നിലൂടെയും നിങ്ങളിലൂടെ വരുന്നത് ജീവനുള്ളതാണോ, നിലനിൽക്കുന്നതാണോ, അതോ ഇല്ലാത്തതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ജഡം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരവും മനസ്സും ചേർന്ന് തീരുമാനിച്ചും അതും ഇതും ചെയ്യലാണോ, അതോ ആത്മാവിനാൽ നിറയുന്നതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വത്രം കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തുന്നത് ആത്മാവിലൂടെയുള്ളത് മാത്രമേ ഉള്ളൂ. ക്രിസ്തു നിറഞ്ഞ് ക്രിസ്തുവിലൂടെ ഉള്ളത് എല്ലാം അവിടെ എത്തും. മൊത്തം നിറഞ്ഞ് ആത്മാവ് എവിടെയൊക്കെ കൊണ്ടുപോകുമോ, എന്തൊക്കെ ചെയ്യുമോ, അതെല്ലാം ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക്